യം ശൈവാഃ സമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഭജൈന ശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ഛിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ഛിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമിഃ യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാംശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ ബന്ധം നന്നായകറ്റാൻ മഹിമയധികമാക്കേണമെന്നുള്ളിലോർത്തിട്ടാണോ നീ ജാതനായി കഠിനത പൊഴിയും കൂട്ടിലക്കൂരിരുട്ടിൽ തൻ പെറ്റോർ കെട്ടഴിച്ചിട്ടവരുടെ അരികത്തമ്പി നിന്നൻപുകാട്ടി തന്നിഷ്ടത്താലകന്നോൻ അവനുടെ അരികെ നിന്നിടാമൻപു തേടി തന്നിഷ്ടത്താലകന്നോൻ അവനുടെ പുറകെ നിന്നിടാമൻപുതോടി അമ്പുതേടി കാക്കണം സ്തുതി കേൾക്കണം പുനരന്തികെ എഴുന്നള്ളണം ആടണം കുഴലൂതുമാ വഴി ഗാനമോടിയുതിർത്തിടാൻ ഓതണം പല തത്വവാക്കുകളെന്നുമെൻ കരളഞ്ചുവാൻ അന്തരംഗ വസിക്കണേ ചിരം അറ്റകുറ്റമകറ്റുവാൻ അന്തരംഗ വസിക്കണേ ചിരം അറ്റകുറ്റമകറ്റുവാൻ മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ ഹരി ഓം ഹരി ഓം ഹരി. എല്ലാവരും കണ്ണടച്ച് നിവർന്നിരുന്ന് മനസ്സും ഉള്ളും തുറന്ന് കൂടെ നമുക്ക് 3 തവണ ഓംകാരം ജപിക്കാം. ഭൂമിയുടെ ക്ഷോഭം കൊണ്ട് അല്ലെങ്കിൽ ഭൂമിയിലുണ്ടായ അതുലിതാവസ്ഥ കൊണ്ട് അനുഭവപ്പെട്ടിട്ടുള്ള ദുരന്തം കൂടുതലാണ് എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളത് സംഭവിക്കാതെ ഇരിക്കട്ടെ. സംഭവിച്ചാൽ തന്നെ അത് നേരിടാനും അതിനുവേണ്ട അടുത്ത നടപടികൾ എടുക്കാനും എല്ലാവർക്കും സംയോജിതമായ ശക്തിയും ആത്മബലവും ഉണ്ടാകട്ടെ. വെട്ടുതല്ലായി പോട്ടെ. അതിനെല്ലാറ്റിനും വേണ്ടിയുള്ള ഒരു കൂട്ടതപസ്സാകണം നമ്മുടെ ഈ ജപം. ഓ ഇത്ര ദിവസമായിട്ട് ഇത്രയേ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുള്ളൂ, പോരാ. ഓ ഭാരതകൃഷ്ണൻ എന്ന് വെച്ചാൽ മഹാഭാരതത്തിൽ പ്രത്യക്ഷപ്പെടുന്നവനും മഹാഭാരതത്തിലെ പല സംഭവങ്ങളിലൂടെയും സന്ദർഭങ്ങളിലൂടെയും നമ്മുടെ മുൻപിൽ
പലതരത്തിലുമായി പ്രകടമാകുന്നവൻ, ദൃശ്യമാകുന്നവൻ, വ്യവഹാരസ്ഥനായിരിക്കുന്ന കൃഷ്ണൻ. ശ്രീമദ് ഭാഗവതത്തിൽ പരമകല്യാണ നിധിയായിരിക്കുന്ന ഭഗവത് രൂപം, പൂർണ്ണമായിരിക്കുന്ന ഭഗവത് രൂപം, മനുഷ്യാവതാരം എന്നുള്ള നിലയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന കൃഷ്ണൻ. ഈ രണ്ട് കൃഷ്ണന്മാരെയും കൂടി കുറച്ചൊന്ന്, രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? രണ്ടും പൂരകങ്ങളാണോ? എന്താണ് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം? കൃഷ്ണജന്മത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെ? കൃഷ്ണനെ വെറുതെ ആരാധിച്ച് അങ്ങനെ കൂടിയാൽ മതിയോ? അതോ ആരാധനയിൽ കവിഞ്ഞ് മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി വളർന്ന് മനുഷ്യ ചെയ്തികളിലൂടെ ജീവിതം പരിസമാപിപ്പിച്ചതായ ആ മഹത് പ്രഭാവമാണ് ശ്രീകൃഷ്ണൻ. അദ്ദേഹം ഭഗവത്ഗീതയിൽ നമ്മോട് പറയുന്നത്, ഞാൻ ഈ പറയുന്നത് കേട്ടനുസരിച്ചാൽ നിങ്ങൾ എല്ലാവരും മദ്ഭാവമാശ്രിതാഹ, എന്റെ ഭാവം നിങ്ങൾ ആശ്രയിക്കും, എന്നെപ്പോലെ ആയിത്തീരും. അങ്ങനെ ആയിത്തീരുന്നവർ ധാരാളം പേരുണ്ട്. ഒറ്റയോ തെറ്റയോ ആയിട്ട് അവിടെയും ഇവിടെയും അല്ല, എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ കൃഷ്ണജന്മം എങ്ങനത്തതാണ്? നമുക്ക് കേൾക്കാനും അനുസരിക്കാനും എന്തെങ്കിലും അതിലുണ്ടോ? അതോ കൃഷ്ണ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണന്റെ കാലത്ത് കൃഷ്ണൻ ചെയ്തു എന്ന് ശാസ്ത്രകാരന്മാർ എഴുതി വെച്ച കാര്യങ്ങൾ മാത്രം പറഞ്ഞങ്ങനെ കഴിഞ്ഞുകൂടിയാൽ മതിയോ? അത് വെറും കഥയായി കേൾക്കാനും ആസ്വദിക്കാനും നുണയാനും നുകരാനും മാത്രമാണോ? അതോ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ജന്മം തികച്ചും സാധ്യമായിട്ടുള്ളതും അനുകരണീയമായതും സാക്ഷാത്കരിക്കാവുന്നതുമായ ഒരു ജന്മമോ? എന്തൊക്കെയാണ് അതിലുള്ള പാഠങ്ങൾ എന്നറിയണം എന്ന ഉദ്ദേശമാണ് നാം ഇങ്ങനെ ഒരു ശീർഷകത്തിൽ സംസാരിക്കാൻ തീരുമാനിച്ചത്. ഈ ശീർഷകം വേണ്ടതുപോലെ പഠിക്കുന്ന പക്ഷം, ഗ്രഹിക്കുന്ന പക്ഷം അത് നമ്മളെ രണ്ട് മഹത് കൃതികളിലേക്കാണ് നയിക്കുന്നത്. ആദ്യത്തെ കൃതി ദ്വാപരയുഗത്തിന്റെ അവസാനത്തിൽ രചിച്ചതാണ്. 5100ഓളം വർഷങ്ങൾ മുൻപിലായിരുന്നു മഹാഭാരതം രചിച്ചത്. വേദവ്യാസ മഹർഷിയാണ് രചയിതാവ്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ ജനിച്ചതായ കുരുവംശ പ്രതിനിധികളുണ്ടല്ലോ, ആ പ്രതിനിധികളെ അടിസ്ഥാനമാക്കി താനടക്കം ഉൾപ്പെടുന്ന വംശത്തെ, താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാശമടഞ്ഞ ആ വംശത്തെ അദ്ദേഹം ചിത്രീകരിക്കുന്നതാണ് മഹാഭാരതം. അപ്പൊ എത്ര കണ്ട് താദാത്മ്യം അതിലുണ്ട്, എത്ര കണ്ട് പങ്കാളിത്വം അതിലുണ്ട്, എത്ര കണ്ട് വസ്തുനിഷ്ഠ സ്വഭാവം അതിലുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആ മഹാഭാരതം മുൻപ് പറഞ്ഞതുമാതിരി 1,25,000 ശ്ലോകങ്ങൾ ഉള്ളതാണത്. അനവധി പർവ്വങ്ങളുണ്ട്. ആ പർവ്വങ്ങളിൽ എല്ലാം കൂടി എന്താണ് നമ്മെ പറഞ്ഞു തരുന്നത്? 2 ഇതിഹാസങ്ങൾ ഉള്ളതിൽ രാമായണം അതിസുന്ദരമായിരിക്കുന്ന സാഹോദര്യത്തെ ചിത്രീകരിക്കുന്നത്, എന്നാൽ കലുഷിതവും അസൂയ നിർഭരവും ഒരു ഭാഗത്ത്, മറുഭാഗത്താകട്ടെ സൗശീല്യത്താൽ സുന്ദരമായിട്ടുള്ളതായ സാഹോദര്യം. ഇത് രണ്ടും കൂടി ഏറ്റുമുട്ടി അങ്ങനെ നടന്നു പോണതാണ് മഹാഭാരതത്തിലുള്ള ചിത്രീകരണം. ജീവിതം എപ്പോഴും നാം ഉദ്ദേശിക്കുന്ന മാതിരി സുന്ദരമോ രമ്യമോ ആസ്വാദ്യമോ ആയി എന്ന് വരില്ല. വന്നാൽ വളരെ നന്നായി. വരാത്ത സന്ദർഭത്തിൽ ജീവിക്കുന്നതായ നാം എന്തു വേണം? അതിനെ ഉപേക്ഷിച്ച് പോവാൻ പറ്റുമോ? പറ്റില്ല. ജനിച്ചത് ഇവിടെയാണ്. ശരീരം വീഴുന്നത് വരെ നാം ജീവിക്കേണ്ടതും ഇവിടെയാണ്. അപ്പൊ ജീവിതം ദുസ്സഹമാകാം. ദുസ്സഹമായാൽ പോലും അതിനെ സുസഹമാക്കി തീർക്കാനുള്ള വഴി വല്ലതും ഈ പ്രപഞ്ചകോശത്തിന്റെ ഉള്ളിലുണ്ടോ? ആരെങ്കിലും അത് കണ്ടുപിടിച്ചിട്ടുണ്ടോ? നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? പറഞ്ഞു തന്നിട്ടുണ്ടോ? അതനുസരിക്കാൻ പറ്റുമോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്ന 4 പുരുഷാർത്ഥങ്ങളെയും പുരസ്കരിച്ചുകൊണ്ട്, ഉൾക്കൊള്ളിച്ചുകൊണ്ട് മനുഷ്യരെയും മനുഷ്യ ചെയ്തികളെയും അവർ നേരിടുന്നതായ പ്രതിസന്ധികളെയും സമസ്യകളെയും പ്രഹേളികകളെയും എല്ലാറ്റിനെയും അവതരിപ്പിച്ചുകൊണ്ട് എല്ലാറ്റിനെയും നീന്തിക്കടക്കാൻ നമുക്കൊരു വഴിയുണ്ട്. ഈശ്വരപ്രസാദം, ഈശ്വരാനുഗ്രഹം എന്നുള്ളത് ആവശ്യം തന്നെ. അത് മാത്രമല്ല, ചരിതത്തിൽ ആനയിക്കേണ്ടത്, പ്രയോഗിക്കേണ്ടതാണ് ധർമ്മം. എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ട്. എവിടെ ശ്രീകൃഷ്ണനുണ്ടോ അവിടെ ജയമുണ്ട്. ധർമ്മത്തിൽ നിന്ന് അർത്ഥം കിട്ടും, കാമം കിട്ടും, മോക്ഷവും കിട്ടും. എന്നാലും ജനങ്ങൾ ധർമ്മവിമുഖരായിരിക്കുന്നുവല്ലോ, ധർമ്മം ആചരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വളരെയധികം സങ്കടപ്പെടുന്നു വ്യാസമഹർഷി. കയ്യും പൊക്കിയിട്ടാണ് നിലവിളിച്ച് പറയുന്നത്, ധർമ്മം അനുസരിച്ചവന് വേണ്ടത്തോളം പണം കിട്ടും, അർത്ഥസഞ്ചയനം ഉണ്ടാകും.
കാമഭോഗങ്ങളെല്ലാം തന്നെ പൂരിപ്പിക്കാൻ, അനുഭവിക്കാൻ സാധിക്കും. മാത്രമല്ല മോക്ഷം, ഭഗവത് സായുജ്യം, നിത്യസുഖം അതുമുണ്ടാകും. എന്നാലും മനുഷ്യർ ധർമ്മത്തിൽ തൽപരരല്ലോ, താല്പര്യമെടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നു അർത്ഥം. അപ്പൊ രണ്ട് ഇതിഹാസങ്ങളില്ലതിൽ ഇതിഹാസ രൂപത്തിൽ രചിച്ചതാണ്. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അവ പൂർവികർ എങ്ങനെ അനുസരിച്ചു, അതിൽ പ്രതിബന്ധങ്ങൾ എന്തെല്ലാം വന്നു, ആ വന്ന പ്രതിബന്ധങ്ങളെ എങ്ങനെ നേരിട്ടു. നിങ്ങൾക്കും അതുകൊണ്ട് ധർമ്മം യാത്രയായി നടത്തുന്ന സമയത്ത് ആ ധാർമ്മിക യാത്രയിൽ എന്ത് തന്നെ വന്നാലും കൂസാതെ, പതറാതെ, ഉലയാതെ, നിരാശയ്ക്ക് വശംവതരാകാതെ ഏത് സമസ്യയെയും ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള വഴി ദാ പറഞ്ഞു തരണു പൂർവ്വദൃഷ്ടാന്തങ്ങൾ വെച്ചുകൊണ്ട് എന്ന് പറയുന്നതാണ് മഹാഭാരതം. ഈ മഹാഭാരതത്തിന്റെ സ്ഥാനം വേദത്തിന് തുല്യമാണ്. ഭാരതം പഞ്ചമോ വേദ. ഭാരതം എന്ന് പറയുന്നത് അഞ്ചാമത്തെ വേദമാണ്. അഞ്ചാമത്തെ വേദമാണ് ഭാരതം. അതാണ് ഭാരതത്തിന്റെ സ്ഥാനം. ഭാഗവതമാകട്ടെ അങ്ങനെ ഒരു സംഹിതയല്ല. ഭാരതം എഴുതിയത് ദ്വാപരയുഗത്തിന്റെ അവസാനത്തിലാണെങ്കിൽ ശ്രീമദ് ഭാഗവതം രചിച്ചത് അതൊക്കെ കഴിഞ്ഞ് എത്രയോ കീഴിലാണ്. എപ്പോഴാണെന്ന് ചോദിച്ചാൽ ശാസ്ത്രകാരന്മാർക്കും പഠിക്കുന്നവർക്കും ഗവേഷണം ചെയ്യുന്നവർക്കും പലതും പറയാറുണ്ട്. ബ്രിട്ടീഷുകാരുള്ള സമയത്ത് അതിന്റെ ഹിസ്റ്ററി വിലയിരുത്തിയിരിക്കുന്നത് വളരെ ചുരുക്കത്തോതിലാണ്. അവർ പറഞ്ഞു 14-ാം നൂറ്റാണ്ടിലാണ് അത് രചിച്ചിരിക്കുന്നത് എന്ന്. അത് സ്വീകാര്യമല്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, 8-ാം നൂറ്റാണ്ടിലോ BC 6-ാം നൂറ്റാണ്ടിലോ ആണ് ഭാഗവതം നാം ഈ കാണുന്ന രൂപത്തിൽ രചിച്ചിട്ടുള്ളത്. അത് മിക്കവാറും തെക്കേ ഇന്ത്യയിലാണ് അത്ര രചന നടന്നിരിക്കുന്നത്. ആൾവാർ എന്ന് പറയും, തമിഴ് വാക്കാണ്. അവർ വലിയ വിഷ്ണുഭക്തന്മാരാണ്. അവരുടെ കാലത്താണ് അത്ര രചിച്ചത്. തെക്കേ ഇന്ത്യയിലുള്ള ചില സ്ഥലങ്ങളെ കുറിച്ചുള്ള പരാമർശം അതിന് വഴി നൽകണോ എന്ന് പണ്ഡിതന്മാർ വിലയിരുത്തുന്നു. എന്തായാലും ഭാരതത്തിന്റെ പഴക്കം ഭാഗവതത്തിനില്ല. ഈ ഭാഗവതം ഇതിന്റെ മൂലം എവിടെയാണ് കിടക്കുന്നത്? വിഷ്ണു പുരാണത്തിൽ. അനവധി പുരാണങ്ങളുണ്ട്. ഒരു ഭാഗത്ത് വേദം, അത് കഴിഞ്ഞാൽ വേദത്തിന് താഴെ പല വിധത്തിലുള്ള സൂത്രങ്ങൾ കഴിഞ്ഞാൽ സ്മൃതികൾക്ക് താഴെ മിഥോളജി എന്ന് പറയുന്നതായ പുരാണങ്ങൾ. ആ പുരാണങ്ങളും മഹാപുരാണങ്ങളും ഒരു ഭാഗത്തുണ്ട്. ആ പുരാണങ്ങളിൽ പലതും പഴക്കമുള്ളതാണ്. മത്സ്യപുരാണം, കൂർമ്മപുരാണം, വരാഹപുരാണം, ഭവിഷ്യത് പുരാണം എന്നിങ്ങനെ പല പുരാണങ്ങളുമുണ്ട്. ബ്രഹ്മവൈവർത്ത പുരാണം 18 പുരാണവും 18 ഉപപുരാണവുമാണെന്ന് പറയും. ആ പുരാണ കാലത്ത് വിഷ്ണു പുരാണം എന്നൊരു പുരാണം ഉണ്ടായിരുന്നു. ആ പുരാണത്തിനെ വിടർത്തി വികസിപ്പിച്ച് കൂടുതൽ അംശങ്ങൾ ഉൾക്കൊള്ളിച്ച് ആസ്വാദ്യവും രമ്യവും ആധികാരികവുമായി ഒരു മനുഷ്യ ജീവിത വ്യവഹാര സംഹിതയാക്കി രചിച്ചതാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ടാണല്ലോ അതിന് പാരമഹംസ്യ സംഹിത എന്ന് പറയുന്നത്. ഈ ഭാഗവതം രചിക്കാനുള്ള കാരണം പലരും നിങ്ങളോട് പറഞ്ഞു കാണും. ആ ഭാഗവത രചനയിലാണ് ഇന്ന് നിങ്ങൾ അറിയപ്പെടുന്നതായ കൃഷ്ണന്റെ രൂപവും സമ്പ്രദായങ്ങളും എല്ലാം വിവരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കൃഷ്ണൻ ഭാഗവതം എഴുതുമ്പോൾ ജനിച്ചവനാണോ? അല്ലല്ലോ. മഹാഭാരത കാലത്ത് തന്നെ ഉണ്ട്. ആരുടെ കൂടെ? കൂടുതലും കൃഷ്ണനെ നാം കാണുന്നത് പാണ്ഡവന്മാരുടെ കൂടെയാണ്. അർജുനനോട് വലിയ ഒരു അടുപ്പം, ഒരു താതാത്മ്യമുണ്ട് കൃഷ്ണന്. ദ്രൗപദിയോടും ഉണ്ടായിരുന്നു കനത്ത ഒരു ആഭിമുഖ്യം. ഇവർ രണ്ടുപേരും എന്തു പറഞ്ഞാലും അത് നേടിക്കൊടുക്കാൻ സാധാരണ ഉത്തമ സുഹൃത്ത്, ഉത്തമ സ്നേഹിതൻ എങ്ങനെ പണിപ്പെടുവോ അതേമാതിരി പണിപ്പെട്ടുകൊണ്ടിരുന്നു. ആര്? കൃഷ്ണൻ. ആ കൃഷ്ണന്റെ ജീവിതത്തിൽ ആദ്യമായി നാം കാണുന്നത് എന്താ? പലരെയും പോലെ പഠിച്ചു വളർന്നു. സാന്ദീപനി എന്ന് പറയുന്ന ആചാര്യന്റെ അടുത്ത് ചെന്നു. സുദാമ, കുചേലൻ അക്കാലത്ത് സഹപാഠിയായിരുന്നു. അവിടെ വളരെ കാലം പഠിച്ചു. സാധാരണ ഗുരുകുലത്തിൽ പഠിക്കുന്നത് പോലെ അതാണ് കൃഷ്ണന്റെ കൈമുതല്. ആ ഗുരുകുലത്തിൽ പഠിച്ച കാലത്ത് എന്തുണ്ടായി എന്നുള്ളൊക്കെ കഥാരൂപത്തിൽ 10-ാം സ്കന്ധത്തിന് പുരസ്കരിച്ചുകൊണ്ട് നിങ്ങളോട് പലരും പറയുന്നുണ്ടാവും. അങ്ങനെ പഠിച്ച് ഒരു ഭാഗം പറയാം. ശ്രീകൃഷ്ണൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഹിമാലയത്തിൽ ചെന്ന് വളരെ കാലം തപസ് ചെയ്യണ്ടായി. സന്താനം ജനിക്കുന്നതിന് മുൻപ് തപസ് വേണം എന്ന് പറഞ്ഞു വളരെ കാലം തപസ് ചെയ്തതിന് ശേഷം വന്ന് ജനിച്ചതാണ് പ്രദ്യുമ്നൻ എന്ന് പറയുന്ന കുട്ടി. അതാണ് ആ പ്രദ്യുമ്നന്റെ വൈഭവം അവിടെ കാണുന്നത്. ആ കൃഷ്ണനെ ആദ്യമായി വേദവ്യാസ മഹർഷിയും നമ്മുടെ ഇതിഹാസ പുരാണങ്ങളും അവതരിപ്പിക്കുന്നത് പാണ്ഡവ സുഹൃത്തായിട്ടാണ്. പാണ്ഡവന് എന്തു വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പുറപ്പെട്ടതിൽ ഒരു വിഷയമാണ് എന്ത്? സുഭദ്ര അർജുനനുമായി വിവാഹം കഴിച്ചത്. സുഭദ്രയെ വിവാഹം കഴിച്ചാൽ കൊള്ളാം എന്ന് അർജുനൻ പറയുണ്ടായി. ആ പറഞ്ഞ സമയത്ത് ബലരാമൻ അത് ഇഷ്ടമില്ല എന്ന് കൃഷ്ണന് മനസ്സിലായി.
അപ്പൊ ബലരാമന് വിസമ്മതമായ ഒരു കല്യാണം തുറന്ന് കഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അതേ സമയത്ത് അർജുനന് സഹോദരിയെ കെട്ടിച്ചു കൊടുക്കും വേണം. അപ്പൊ അതിനുള്ള വഴി എന്താ? സമയോചിതമായി എന്ത് നൂലാമാലും പരിഹരിക്കാനും എന്ത് കാര്യം നേടാനുള്ള കൗശലം ആരായാനും അത് സമർത്ഥമായി പ്രയോഗിക്കാനും കൗശല ബുദ്ധിയുള്ള, മനസ്സാന്നിധ്യമുള്ള, വിവേകാതിരേകമുള്ള ഒരു അപൂർവ വ്യക്തിവിശേഷമാണ് ശ്രീകൃഷ്ണൻ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ എന്ത് ചെയ്തു? എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു ജീവിതവൃത്തിയുണ്ട്. എല്ലാവർക്കും യാചകനാവാം. ആയിക്കൂടെ? വിരോധമുണ്ടോ? അതുമാതിരി ആർക്ക് വേണമെങ്കിൽ സന്യാസിയാവാം, ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ തലയൊന്ന് മുട്ടയടിക്കണം, ഒരു രുദ്രാക്ഷമാല കഴുത്തിലിടണം, എന്തെങ്കിലും കുറച്ച് ഭസ്മവും വാരി പൂജിയ സന്യാസിയായി. ശിവശിവ ഹരേ ഹരേ ഹരി ഹരി എന്ന് പറഞ്ഞാൽ കാര്യമായി. എന്തായാലും അർജുന, നീ സന്യാസി വേഷം ധരിച്ച് അവിടെ കൂടിക്കോ. അപ്പൊ എന്റെ സഹോദരിക്ക് അടുത്ത് വന്ന് ശുശ്രൂഷിക്കാൻ, ഒരു ഭക്ത എന്നുള്ള നിലയ്ക്ക് ശുശ്രൂഷിക്കാൻ പറ്റും എന്നാണ് തീരുമാനിച്ചത്. ആയിക്കളയാണെന്നും അർജുനും വെച്ചു. അപ്പൊ ഇന്നത്തെ കാലത്ത് സന്യാസിമാരിൽ വേഷം കാണുമ്പോൾ നിങ്ങൾ ആരും പേടിക്കണ്ട. അങ്ങനെ തെറ്റിയിട്ടെങ്കിലും നിങ്ങളൊക്കെ സന്യാസിമാരാവുന്നപ്പ. കുറച്ചു കാലം ഇരുന്നിട്ട് പിന്നെ മാറിയാലും ഞങ്ങൾക്ക് വിരോധമില്ല. ആ കുറച്ചു കാലം സന്യാസിയുടെ ഒരു പവിത്രത, ആ ചതുർത്ഥാശ്രമത്തിന്റെ പവിത്രത കിട്ടൂല്ലോ. വക്കീൽമാരിലില്ലേ കപടക്കാര്, ഡോക്ടർമാരിലില്ലേ കപടക്കാര്, അതുമാതിരി സന്യാസിമാരുടെ ഇടയിൽ ധാരാളം ഉണ്ടാവും. ഏതെങ്കിലും ഒരു സന്യാസി കുറ്റം ചെയ്താൽ അല്ലെങ്കിൽ തെറ്റുപറ്റിയാൽ നിങ്ങൾ സന്യാസിമാരെ വിരൽ ചൂണ്ടരുത്. ഞങ്ങൾക്ക് ജന്മം തന്ന നിങ്ങളെ വിരൽ ചൂണ്ടിക്കോളൂ. ഇങ്ങനെ സന്യാസിയാവാൻ പറ്റിയ ഒരു മകനെയും മകളെയും എന്തിനാണ് നാം പെറ്റത്, വളർത്തിയതെന്ന് സ്വയം മാറത്ത് തുപ്പുന്ന മാതിരിയാ മലർന്നു കിടന്ന് തുപ്പിയാൽ. ഒറ്റ ആളും മിണ്ടരുത്, സന്യാസിയെ വിരൽ ചൂണ്ടരുത്. സന്യാസിമാരിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതായ മൂല്യമോ ആദർശമോ തപസ്സോ വൈഭവമോ ഇല്ല എന്ന് വന്നാൽ അതിന് കാരണക്കാരാരാ? താമരപ്പൂ വലുതായില്ലെങ്കിൽ അതിന് കേട് താമരപ്പൂവിലോ അതോ ചണ്ടിക്കുളത്തിലോ? എന്താ മിണ്ടാത്തെ? നിങ്ങളുടെ ചണ്ടിക്കുളം ഒന്ന് നന്നാവട്ടെ, നല്ല താമര മുളയ്ക്കട്ടെ. അത് മുളയ്ക്കാതിരുന്നാൽ ഞാൻ സമ്മതിക്കില്ല. അപ്പൊ ഒരാളെയും കുറ്റം പറയണ്ട. സുഭദ്ര പോയി ശുശ്രൂഷ തുടങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സമയത്ത് സുഭദ്രയും കൊണ്ട് പൊക്കോളൂ. പോകുന്ന സമയത്ത് തേര് തെളിക്കണത് അർജുന നീയാവരുത്, സുഭദ്രയെ കൊണ്ട് തെളിക്കണം. കേട്ടോ നിങ്ങള്? മനസ്സിലായില്ല? സുഭദ്ര തേര് തെളിച്ച് അർജുനും സുഭദ്രയും കൂടി പോയാൽ ആരും പറയില്ല അർജുനൻ സുഭദ്രയെ കട്ടുകൊണ്ടുപോയി എന്ന്. സുഭദ്ര തന്നെ തേര് തെളിച്ച് അർജുൻ പിന്നാലെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ കുറ്റം പറയാൻ പറ്റുമോ? ബലരാമന്റെ വായ അടഞ്ഞു, ഒന്നും മിണ്ടിയില്ല, അങ്ങനെ കല്യാണം കഴിച്ചു പോയി. ഇതാണ് ആദ്യമായി ശ്രീകൃഷ്ണന്റെ കൗശലം ഭാരതത്തിൽ നാം കാണുന്നത്. അങ്ങനെ ഭാരതത്തിലൂടെ വളർന്ന് പല സംഗതികളും അദ്ദേഹം ചെയ്യണ്ടായി. ഇവരുടെ ജീവിതത്തിൽ ഒരു ചൂതുകളി നടക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചൂതുകളിയായിരുന്നു അത്. ആ ചൂതുകളി നടത്തുന്ന സമയത്ത് അവിടെ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നില്ല ദ്വാരകയിൽ. ചൂത് കളിച്ച് അവസാനം ദ്രൗപദിയെ വരെ പണയം വെച്ച് നഷ്ടപ്പെട്ട്, ആ നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് കഥ ശരിക്കും അറിയില്ല. ദ്രൗപദി ഒരു ചോദ്യം ഉന്നയിച്ചു. ആദ്യം പണയം വെച്ചത് ആരെയാന്ന് ചോദിച്ചു. ആദ്യം പണയം വെച്ചത് യുധിഷ്ഠിരൻ സ്വയം, ഭർത്താവാണ് പണയം വെച്ചത്. എന്നിട്ട് എന്തുണ്ടായി? നഷ്ടപ്പെട്ടു. അതിനുശേഷമാണോ ഭാര്യയെ പണയം വെച്ചത്? അതെ. ആ ഒരൊറ്റ ചോദ്യത്തിൽ കയറി പിടിച്ചു ദ്രൗപദി. ആദ്യം പണയം വെച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതായ ഭർത്താവിന് പിന്നെ രണ്ടാമത് ഭാര്യയെ പണയം വയ്ക്കാനുള്ള അവകാശം എവിടെ എന്നൊരു ചോദ്യം. എന്നാലും യുധിഷ്ഠിരൻ നിങ്ങളെ പണയം വെച്ചു എന്ന് പറഞ്ഞപ്പോ ആര് പറഞ്ഞിട്ട്? എതിർപക്ഷക്കാര് പറഞ്ഞ്, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ നഷ്ടപ്പെട്ടു, നിരാലംബനായി കഴിഞ്ഞു, ഞാൻ അടിമയായി എന്ന് പറഞ്ഞപ്പോ പോരാ, നിന്റെ ഭാര്യ ബാക്കി നിൽക്കുന്നുണ്ട് ദ്രൗപദി, ആ ദ്രൗപദിയെയും കൂടി പണയം വെക്കണമെന്ന് എതിരാളികൾ ആവശ്യപ്പെട്ടപ്പോ ആഹാ അങ്ങനെയാണ് ഉണ്ടായത്. അപ്പൊ എതിരാളികൾ ഞാൻ സ്വതന്ത്രയാണെന്ന് സമ്മതിച്ചുവല്ലോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? യുധിഷ്ഠിരൻ പണയം വെച്ച് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെയും ബാക്കി നിൽക്കണു ദ്രൗപദി. ആ ദ്രൗപദിയെ പണയം വയ്ക്കൂ എന്ന് പറഞ്ഞപ്പോ അതിന്റെ അർത്ഥം എന്താ? ദ്രൗപദി അവിടെ സ്വതന്ത്രയായി അവശേഷിക്കണമെന്ന്. ആ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരു ഭാര്യ ഒരിക്കലും ഉപയോഗിക്കാത്തതായ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഭർത്താക്കന്മാരെ 5 പേരെയും വിടുവിക്കാൻ തീരുമാനിച്ച ആ സതീരത്ന മഹാത്മ്യം എന്ത് ചെയ്തു? ഈ പണയം വയ്ക്കലിനെ ഞാൻ സ്വീകരിക്കുന്നില്ല. സ്വയം നഷ്ടപ്പെട്ടു പോയവന്
എന്റെ പേരിലുള്ള അവകാശവും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഞാൻ സ്വതന്ത്രനാണെന്ന് ദുര്യോധനാദികൾ സമ്മതിച്ചു കഴിഞ്ഞു. ആ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ പണയപ്പെട്ടിട്ടില്ല. പണയപ്പെട്ട എന്റെ ഭർത്താവ് അടിച്ചേൽപ്പിച്ച പണയം എനിക്ക് ബാധിക്കില്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിന്ന് ഈ ചോദ്യത്തിന് മറുപടി പറയൂ എന്ന് പറഞ്ഞ് നിറഞ്ഞ കുരുസദസ്സിന്റെ മുൻപിൽ എറിഞ്ഞുകൊടുത്തു. എല്ലാവരും വായ മൂടി നിന്നു. ദ്രൗപദി, താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്, ഗംഭീരമാണ്, പ്രഗത്ഭമാണ്, ഒരു സമസ്യയാണ്. ചോദ്യത്തിന് ഞാൻ മാനിക്കുന്നു, എനിക്ക് ഉത്തരം പറയാൻ അറിയില്ല. ആര് പറഞ്ഞു? ഭീഷ്മർ. ആര് പറഞ്ഞു? I acknowledge your dispute and question, but I deny a verdict for it, simply because I don't know. വിതുരനെ നിർബന്ധിച്ചു എന്തെങ്കിലും മറുപടി പറയണം, മിണ്ടാണ്ടിരിക്കരുതെന്ന്. ആ സദസ്സ് മുഴുവനും കമ്പമാനമായി, ഒരൊറ്റ മറുപടി ഉണ്ടായില്ല. അങ്ങനെ അനിശ്ചിതത്വത്തിൽ തുടങ്ങിയപ്പോഴാണ് ദുശാസനൻ അടക്കവും നിശ്ചയവുമെല്ലാം വിട്ട് ദ്രൗപദിയുടെ വസ്ത്രം പിടിച്ച് അപഹരിച്ചത്. നിങ്ങൾ എല്ലാവരും പറയും കൃഷ്ണനാണ് വസ്ത്രം കൊടുത്തത് എന്ന്. ഈ ഭാരതത്തിൽ, ഇക്കണ്ട വിദ്യയും പാരമ്പര്യവുമുള്ള ഭാരതത്തിൽ ഈ തെറ്റിദ്ധാരണ മുഴുവൻ എവിടുന്ന് ഉണ്ടായി എന്ന് എനിക്ക് മനസ്സിലാവില്ല. മഹാബലിയുടെ തലയിൽ കാല് ചവിട്ടി അമർത്തി പാതാളത്തിലേക്ക് അയച്ചു എന്ന് ഈ കേരളീയർ ഇന്നും വിശ്വസിക്കുന്നുണ്ട് പലരും. ഭാഗവതത്തിൽ എഴുതിയിട്ടില്ല, ഒരു സ്ഥലത്തും എഴുതിയിട്ടില്ല. തലയിൽ കാല് വയ്ക്കേണ്ട ആവശ്യമേ അവിടെയില്ല. ഭൂമിയും സ്വർഗവും എല്ലാം അളക്കപ്പെട്ടു കഴിഞ്ഞതാണ്. അതിൽ മഹാബലിയും പെട്ടുകഴിഞ്ഞു. പിന്നെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ശിരസ് അവിടെ കൊടുക്കാനോ വെക്കാനോ ഒന്നുമില്ല. ആ പറഞ്ഞതോടുകൂടി ശുഭമായി എല്ലാം അവസാനിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ഇവിടെ എന്താ ഉണ്ടായത്? ദ്രൗപദിയുടെ ചോദ്യത്തിന് മറുപടിയില്ല. ദുശാസനൻ കിടന്ന് ആക്രമിച്ചു. അപ്പോ ദ്രൗപദി പറയുന്നു, എടാ ദുശാസന, നിന്റെ ശരീരം കൊണ്ട് എന്റെ ശരീരത്തെ ഒരുപക്ഷെ നീ സ്പർശിക്കുമായിരിക്കാം, എന്നാൽ എന്റെ മനസ്സ് നിനക്ക് അടിമയല്ല. ശരീരത്തിന് നിയന്ത്രിക്കുന്ന മനസ്സാണ്. ആ മനസ്സ് മറ്റൊരാൾക്ക് സ്പർശിക്കാൻ സാധിക്കില്ല. നീ എന്തു വേണമെങ്കിൽ ചെയ്തോ. ഈ നിറഞ്ഞ സദസ്സ് പരാജയപ്പെട്ടു. ദൃശ്യലോകം മുഴുവനും കൈവടിഞ്ഞു. ഈ ദൃശ്യലോകം എവിടുന്ന് പെറ്റു വീണിട്ടുണ്ടോ, താഴത്ത് വീണിട്ടുണ്ടോ, ആ അദൃശ്യ ഹസ്തങ്ങളിലേക്ക്, അദൃശ്യ പ്രഭാവത്തിലേക്ക് ഞാനിതാ ഉറ്റുനോക്കണു. ഹരേ 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 എന്ന് മാത്രമാണ് ദ്രൗപദി പറഞ്ഞത്. അപ്പൊ എന്തു വന്നു? ഒടുങ്ങാത്ത സാരിയുടെ നീളം അവിടെ പ്രത്യക്ഷപ്പെട്ടു. വലിച്ച് ഈ ദുശാസനൻ ഏഭ്യനായി, കയ്യിൽ അഴച്ചു, താഴത്ത് വീണു. അതുകൊണ്ട് പ്രശ്നം അവസാനിച്ചില്ല. ഇങ്ങനെ ആ സദസ്സ് മുഴുവനും കമ്പിച്ചിരിക്കെ, കലഹം വർദ്ധിച്ചിരിക്കെ, ആർക്കും ഒരു നിശ്ചയവും നൽകാനില്ലാതിരിക്കെ, ദ്രൗപദിയുടെ ചോദ്യം അനാഥമായി തീർന്നിരിക്കെ, ഉത്തരം കിട്ടാതെ ഇരുന്നു കൊണ്ടിരിക്കെ, ധൃതരാഷ്ട്ര വിവരം കിട്ടി. ആ മരുമകളെ വിളിച്ച്, എന്റെ മരുമക്കളിൽ വെച്ച് ഏറ്റവും നല്ലവളാണ് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ ഭർത്താക്കന്മാരെയും നിന്നെയും ഞാൻ പരിപൂർണമായി വിമോചിക്കുന്നു ഇതാ എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് അവസാനിച്ചത്. നമ്മുടെ പാട്ടിൽ എന്താ? പത്രം കൊടുത്തു കൃഷ്ണൻ പറയണത് എന്താ? ഈ വർത്തമാനമൊക്കെ അറിഞ്ഞതിന് ശേഷം കൃഷ്ണൻ ദ്വാരകയിൽ തിരിച്ചു വന്നപ്പോ, ഈ സംഭവം കേട്ടപ്പോ ഉടനെ അവിടെ ചെന്നു ഹസ്തിനപുരത്തിൽ. അയ്യോ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല, ഞാൻ അനുവദിക്കുമായിരുന്നില്ല. ക്ഷണിക്കാതെ തന്നെ ഞാൻ ആ ദൂത് കളിക്കുന്ന സ്ഥലത്ത് ചെല്ലുമായിരുന്നു. അവിടെ ചെന്ന് എന്നെ കൊണ്ടാകാവുന്നത് ചെയ്ത് ഞാൻ ഇതിൽ നിന്ന് ഒരിക്കലും, ഈ സംഭവം ഞാൻ ഒരിക്കലും സമ്മതിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ഇതിൽ നിന്ന് എല്ലാവരെയും മോചിപ്പിച്ചേനെ. അത് കൂടാതെ കഴിക്കാൻ എനിക്ക് സാധിച്ചേനെ. നൈതത്കൃച്ഛമനുപ്രാപ്തോ ഭവാൻ സ്യാത് വസുധാധിപ യദ്യഹം ദ്വാരകായാം സ്യാം രാജൻ സന്നിഹിതപുരാ ആഗച്ഛേയമഹം യൂതം അനാഹൂതോപി കൗരവൈഃ ആംബികേയേന ദുർധർഷ രാജ്ഞാ ദുര്യോധനേന ച വാരയേയമഹം യൂതം ബഹൂൻ ദോഷാൻ പ്രദർശയൻ. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഈ ചൂതുകളിൽ, അനർഹമായിരിക്കുന്ന ചൂതുകളിൽ അടങ്ങുന്നതായ ബഹുമുഖമായ ദോഷങ്ങൾ ഒന്നൊന്നായി ചൂണ്ടിക്കാട്ടി ഈ ചൂതുകളി ഞാൻ അനുവദിക്കുമായിരുന്നില്ല, അതിനെ തടഞ്ഞേനെ, എന്റെ സാന്നിധ്യം ഇല്ലാതെ പോയില്ലോ, ഇങ്ങനെ വന്നൂലോ എന്ന് പറഞ്ഞ് പരിതാപത്തോടുകൂടി നടന്ന ക്രമങ്ങളിലുള്ള തെറ്റ് ചൂണ്ടിക്കാട്ടാണ് ശ്രീകൃഷ്ണൻ ചെയ്തത്. ഇങ്ങനെ ഒരു ശ്രീകൃഷ്ണനെയാണ് നാം അവിടെ കാണുന്നത്. ഇതാണ് ശ്രീകൃഷ്ണന്റെ നില. അവസാനം ചൂത് കളിച്ചു. ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവര് പോയി. 12-13 കൊല്ലം കഴിഞ്ഞു, തിരിച്ചു വന്നു. യുദ്ധം അനിവാര്യമാണെന്ന് വന്നു. യുദ്ധസന്നാഹങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സന്നാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ കൃഷ്ണൻ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു. ഒരിക്കലും ഈ യുദ്ധത്തിൽ ആദ്യത്തെ നീക്കം
നമ്മുടെ പക്ഷത്തിൽ നിന്ന് ആകരുത്. കേൾക്കുന്നുണ്ടോ നിങ്ങള്? യുധിഷ്ഠിരനോട് പറയുകയാണ്, ഒരിക്കലും ഈ യുദ്ധത്തിൽ ആദ്യത്തെ നീക്കം നമ്മുടെ ഭാഗത്തു നിന്ന് ആകരുത്, നമ്മുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാവരുത്. അവർ യുദ്ധം തുടങ്ങട്ടെ, അവർ ചെയ്യട്ടെ. പ്രതിരോധം എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേണ്ടത് ചെയ്യാം. നാം ആകരുത് ആദ്യം അടിക്കുന്നവരോ യുദ്ധം ചെയ്യുന്നവരോ എന്ന് ഉറപ്പുവരുത്തി ഭാരതത്തിലുള്ള നാനാ ഭാഗങ്ങളിലേക്കും ഓരോരുത്തരുടെയും സഹായവും ആനുകൂല്യവും പങ്കാളിത്തവും തേടി എല്ലാവരും പോയി. ആ പോയ പോക്കിൽ ദ്വാരകയ്ക്കും ചെല്ലേണ്ടതുണ്ടായിരുന്നു ദുര്യോധനും അർജുനനും. രണ്ടുപേരും ദ്വാരകയ്ക്ക് പോയി. ശ്രീകൃഷ്ണന്റെ കയ്യില് സുമാർ 10 കോടി വരുന്ന നാരായണീ സേനയുണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങള്? 10 കോടി വരുന്ന നാരായണീ സേന. അപ്പൊ ഇവർ രണ്ടാളും വരാൻ ഒന്ന് നിശ്ചയിച്ചു. അങ്ങനെ കൃഷ്ണൻ അവിടെ സൂത്രത്തിൽ അങ്ങനെ കടന്നു വന്നപ്പോ ആദ്യം വന്നത് ദുര്യോധന. അപ്പൊ മനസ്സിനൊരു വിഷമുണ്ടായി. ദുര്യോധനെ കണ്ടപ്പോ തന്നെ കണ്ണടച്ച് അവിടെ കണ്ണടച്ചു. ഗ്രഹപ്പഴ ആദ്യം വന്നത് ഇയാളാണ്. വല്ല കുഴപ്പമുണ്ടായാൽ ദുര്യോധന അവിടെ വന്നു. കൃഷ്ണൻ ഉറങ്ങാണ്. ഒന്ന് നല്ല പോലെ നോക്കി. അപ്പൊ തലഭാഗത്ത് ഒരു സോഫ കിടക്കണു. ആ സോഫയിലാ ചെന്നിരുന്നു. സമാധാനം. കുറച്ചു കഴിഞ്ഞ് ഓടിക്കതച്ച അർജുനൻ വന്നു. അപ്പോൾ ഈ കൃഷ്ണൻ ഉറങ്ങാ. അപ്പൊ എന്ത് ചെയ്തു? അർജുനൻ വേഗം വന്ന് ഒന്ന് തൊഴുത് അവിടെ കാലിന്റെ അവിടെ ഇരുന്നു. അപ്പൊ അർജുനൻ കാലിന്റെ അവിടെ ഇരുന്നിട്ടുണ്ട്. ദുര്യോധനൻ തലപ്പുറത്ത് അപ്പുറത്തുമാണ്. ഇത് രണ്ടും ഉറപ്പ് വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കൃഷ്ണൻ കണ്ണു തുറന്നു. തുറന്നപ്പോ കണ്ടതാരെയാ? അർജുനനെ. താനും വന്നിട്ടുണ്ടോന്നായി ദുര്യോധനെയും കണ്ടു. പോരല്ലോ, ഒരു കാര്യമല്ലേ നടന്നുള്ളൂ. ഇനി കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണമല്ലോ. നിങ്ങൾ എന്താ വന്നേ? മഹാഭാരത യുദ്ധം നടക്കാൻ പോണു, സഹായത്തിനാണ് വന്നത്. അപ്പൊ ആ സഹായം നിങ്ങൾക്ക് രണ്ടുപേർക്കും തുല്യമായി തരാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് എൻ്റെ അസ്ത്രശസ്ത്ര നിർഭരമായിരിക്കുന്ന നാരായണീ സേന, മറുഭാഗത്ത് ഞാൻ മാത്രം. എൻ്റെ കയ്യിൽ ഒരു അസ്ത്രം ഉണ്ടാവില്ല, ഒരു ശസ്ത്രം ഉണ്ടാവില്ല. ഞാൻ ഒരു തരത്തിലും യുദ്ധത്തിൽ പങ്കെടുക്കൂല, അസ്ത്രശസ്ത്ര പ്രയോഗം ചെയ്യില്ല. അങ്ങനെ നിരസ്ത്രനായിരിക്കുന്ന കൃഷ്ണൻ ഒരു ഭാഗത്തും കൃഷ്ണന്റെ നാരായണീ സേന മറുഭാഗത്തും. ഇത് രണ്ടും കൂടിയിട്ടാണ് വെച്ചിരിക്കുന്നത് തുല്യമായി. ആർക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ ഒരു പേടി, അബദ്ധം കുടുങ്ങിയാലോ. ദുര്യോധന അത് കേട്ടപ്പോ തന്നെ സന്തോഷിച്ചു. ഒരു ഭാഗത്ത് നാരായണീ സേന മുഴുവനും അപ്പടിയോടെ, പിന്നെ ഒരു ഭാഗത്ത് അസ്ത്രമില്ല ശസ്ത്രമില്ല, ഒന്നിനും കൊള്ളാത്ത ഒരു ശരീരം, 2 കൈയുള്ളത്, യുദ്ധഭൂമിയിൽ എന്തിനും കൊള്ളാം. എന്തായാലും എനിക്ക് നാരായണീ സേനയെ തട്ടണം എന്നായി ദുര്യോധനൻ. അത് ദുര്യോധനന്റെ മനസ്സിലാ. കൃഷ്ണൻ അറിയില്ലല്ലോ. ഇനിയിപ്പൊ ആർക്കാണ് ആദ്യം ചോദിച്ചോളൂ എന്ന് പറഞ്ഞ ആർക്കാ കൊടുക്കേണ്ടത്? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ദുര്യോധനൻ പറഞ്ഞു, ഞാനാണ് ആദ്യം വന്നത്, അതുകൊണ്ട് ആദ്യം ചോദിക്കേണ്ടവൻ ഞാനാണ്, എനിക്ക് അവകാശം തരണം. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അത് പറയണ്ട, വന്നത് ആദ്യമാണെങ്കിലും കണ്ടത് അർജുനെയാണ്, അതുകൊണ്ട് അർജുനന് കൊടുക്കണം. മാത്രല്ല അർജുനൻ ദുര്യോധനേക്കാളും ചെറുപ്പാണ്. അപ്പൊ വയസ്സിന് ചെറുപ്പം എന്നുള്ള നിലയ്ക്ക് അർജുനന് കൊടുക്കാം ഓഫർ എന്ന് തീരുമാനിച്ചു. ദുര്യോധനന് പൂർണ്ണ സമ്മതമായില്ല. എന്നാലും അതൊരു ഉറപ്പ്, ഒരു സുരക്ഷ, ഒരു ഇൻഷുറൻസ് ആയിരുന്നു. അർജുനൻ വേഗം പറഞ്ഞു, എനിക്കേ കൃഷ്ണൻ മാത്രം. ദുര്യോധനൻ അങ്ങോട്ട് പൊട്ടിച്ചിരിച്ചു. എന്തായുള്ളൂ, ടോസ് വിൻ ചെയ്തിട്ടും തോറ്റില്ല. വളരെ സന്തോഷമായിട്ട് തിരിച്ചുപോയി. പോയതിനു ശേഷം അർജുനനോട് കൃഷ്ണൻ ചോദിച്ചു, അർജുൻ എന്തിനാ ഞാൻ മാത്രം വേണമെന്ന് പറഞ്ഞേ? അതോ കൃഷ്ണ എന്നാ വിളിക്കുക? എന്താ കൃഷ്ണ? വളരെ കാലമായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു അഭിലാഷമാണ്, ആഗ്രഹമാണ്. അനവധി യുദ്ധങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ജയിച്ചിട്ടുമുണ്ട്. ഇത് അഭൂതപൂർവമായിരിക്കുന്ന ഒരു മഹാഭാരത യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. അതിനും കൂടി എനിക്ക് ജയിക്കണം. ആ ജയം അങ്ങയെ തേരാളിയായി നിർത്തിയിട്ട് വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ്. അങ്ങനെയാ, ആയിക്കോട്ടെ, ഞാൻ തേരാളിയായിട്ടില്ല എന്ന് പറഞ്ഞു. അസ്ത്രവും ശസ്ത്രവും ഒന്നും എടുക്കില്ല, തേരാളിയായി നിൽക്കാം എന്ന് പറഞ്ഞ് ആ കാര്യം അനുവദിച്ചു കൊടുത്തു. അങ്ങനെ ഒരു ഉറപ്പ് അദ്ദേഹം വരുത്തുണ്ടായി. ചൂതുകളിയെ പറ്റി പരാമർശിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എന്തു പറഞ്ഞു? ആരെങ്കിലും ആപത്തിൽ ചെന്ന് പെടാൻ പോകുന്ന സമയത്ത് അറിവുള്ളവർ
എന്തെങ്കിലും പറഞ്ഞ് തർക്കിച്ചും വേണ്ടി വന്നാൽ ബലം പ്രയോഗിച്ചും ആ ആപത്തിൽ നിന്ന് തടഞ്ഞ് ഇരിക്കുകയാണ് വേണ്ടത്. മഹത്തായിരിക്കുന്ന ഒരു കാര്യവും ഒരു വ്യക്തിയെ മാത്രം സംബന്ധിക്കുന്നതല്ല, സമാജത്തിനെ സംബന്ധിക്കുന്ന എന്ത് കാര്യങ്ങളും ഒരാൾ തന്നെ ആലോചിച്ച് ചെയ്യരുത്. ഏറ്റവും ബുദ്ധിമാന്മാർ നല്ലോണം ആലോചിച്ച് എടുക്കുന്ന നിശ്ചയങ്ങളും ചിലപ്പോൾ പിഴച്ചു പോകാറുണ്ട്. അതുകൊണ്ട് ഒന്നിലധികം ആൾക്കാർ കൂടിയിരുന്ന് ആലോചിച്ചാൽ പല വീക്ഷണകോണുകളും ഉണ്ടാകും. അങ്ങനെ സുചിന്തിതമായിരിക്കുന്ന ഒരു ഏകാഭിപ്രായമായിരിക്കും മഹത് കാര്യങ്ങൾക്ക് നല്ലത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പല കാര്യങ്ങളും മഹാഭാരതത്തിൽ കാണാം. തെറ്റ് ചെയ്യാൻ നിവൃത്തിയുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരെ അനുവദിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഉപപ്ലവത്തിലും മറ്റുമായി വലിയ വലിയ കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം യുധിഷ്ഠിരന്റെ മനസ്സിന് വലിയ ഒരു വിഷമം. എന്താ ഇത്? സഹോദരന്മാർ തമ്മിലുള്ള യുദ്ധമല്ലേ? ആ യുദ്ധം നമ്മൾ എങ്ങനെയാണ് നടത്തുക? അത് വലിയ വേദനയുള്ള ആളാണ്, ധർമ്മപുത്രരാണല്ലോ. ആ യുദ്ധം ഒഴിവാക്കി, രക്തച്ചൊരിച്ചൽ ഒഴിവാക്കി എങ്ങനെയെങ്കിലും സമാധാനം വരണം. ആ സമാധാനം വരണം എന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ, മറുപക്ഷവും വിചാരിക്കണം. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെയുള്ളൊരു അഭിലാഷമുണ്ട്, ആവശ്യമുണ്ട് ഈ അന്തിമഘട്ടത്തിൽ പോലും എന്ന് കണക്കാക്കി യുധിഷ്ഠിരൻ ഇങ്ങനെ ആലോചിച്ച് പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ ചേട്ടാ ചേട്ടാ എന്നാണ് യുധിഷ്ഠിരനെ വിളിക്കുക. കൃഷ്ണ, എന്റെ മനസ്സിൽ ഇങ്ങനെയാണ് തോന്നുന്നത്, നമുക്ക് ആരെങ്കിലും ഒരാളെ അവിടെ സന്ദേശവുമായി, സന്ദേശവാഹകനായി, ദൂതനായി അയക്കണം. സമാധാനവും ശാന്തിയും വേണം. അതുകൊണ്ട് എനിക്ക് ആരെങ്കിലും അയക്കണം. ആരാ പോവുക? നല്ല വാക്കുകൾ പ്രയോഗിക്കണം, നല്ല നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കണം, നമ്മുടെ ഉദ്ദേശം നേടിയെടുക്കണം. ഇതൊക്കെയാണ് ആവശ്യം. ആരെ അയക്കുക? എന്താ സംശയിക്കണേ? മനസ്സിൽ വല്ലവരും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. അല്ല, ഇനിയിപ്പൊ ഞാൻ തന്നെ പോണോ? ഞാൻ തന്നെ പോയിക്കളയാന്ന് പറഞ്ഞു അത്രേ കൃഷ്ണൻ. അപ്പൊ കൃഷ്ണൻ പോയാൽ എനിക്ക് വലിയ ഇഷ്ടാവും, അസലായിട്ട് നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ആദ്യം തന്നെ ഇങ്ങനെ ഒരു സന്ദേശവാഹകനെയോ ദൂതോ അയച്ചിട്ട് കാര്യമില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കൃഷ്ണൻ പറയാണ്, സഹിധർമ്മം ച ലോകം ച ത്യക്വാ ചരതി ദുർമതിഹി നച സന്ദപ്യതേന തഥാ രൂപേണ കർമ്മണ. ഈ ദുര്യോധനൻ എന്ന് പറയുന്ന ആള് സാധാരണ ആളല്ല. ആ ദുര്യോധനന് ധർമ്മത്തിനോടൊരു ബഹുമാനമോ ഒരു സ്നേഹമോ ഒരു ഭയമോ ഇല്ല. സമാജത്തിനെയും കൂട്ടാക്കാത്ത ആളാ. ചെറുപ്പം മുതൽക്ക് തന്നൂക്ക് കൂട്ടത്തിൽ ഭീഷ്മരും ദ്രോണരും ഉണ്ടല്ലോ. അതുകൊണ്ട് എന്തായാലും ഈ ദുര്യോധനോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇനി അങ്ങ് നിർബന്ധിക്കുന്ന പക്ഷം ഞാൻ പോകാം, പോയിട്ട് നല്ലൊരു ഫലമുണ്ടാകും എന്ന് വിചാരിക്കരുത് കേട്ടോ. അതെന്താ അങ്ങനെ പറയണേ കൃഷ്ണ? അപ്പൊ കൃഷ്ണൻ അവിടെ വലിയ ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുന്നുണ്ട്. ആ സിദ്ധാന്തം പലരും അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. കേട്ടോളൂ. ക്ഷേത്രം ഹിരസവശുദ്ധം കർമ്മണൈവോപവാദിതം ഹൃദയ വർഷാന്ന കൗന്ദേയ ജാതു നിർവർത്തയേത് ഫലം തത്ര വൈ പൗരുഷം ബ്രൂയുഃ ആസേകം യത്ര കാരിതം തത്ര വിധ്രുവം പശ്യേത് ശോഷണം ദൈവകാരിതം തദിദം നിശ്ചിതം ബുദ്ധ്യാ പൂർവൈരപി മഹാത്മഭിഃ ദൈവേ ച മാനുഷേ ചൈവ സംയുക്തം ലോകകാരണം. രണ്ട് വാക്കുണ്ട്. ഒന്ന് ദൈവം, ദൈവേച്ഛ, ഈശ്വരേച്ഛ എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് മനുഷ്യൻ, പുരുഷൻ, പൗരുഷം, പുരുഷേച്ഛ. ഈ പൗരുഷം ദൈവം രണ്ട് സങ്കല്പങ്ങളാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, ആദ്യമായി നമ്മുടെ മുമ്പിൽ ഒരു ഭൂമിയുണ്ട്. ഈ ഭൂമി നമ്മൾ ഉണ്ടാക്കിയതല്ല, ദൈവദത്തമാണ്. എന്നാൽ ആ നിലനിൽക്കുന്ന ഭൂമിയിൽ വെറുതെ നമുക്ക് ആവശ്യമുള്ള ധാന്യവിളകളോ ഫലവൃക്ഷങ്ങളോ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ എന്ത് വേണം? നമ്മുടെ മുൻപിൽ ദൈവദത്തമായിരിക്കുന്ന ഭൂമിയെ കൈകാലുകളും കണ്ണും ബാക്കി അവയവങ്ങളും ഉപയോഗിച്ച് ഭംഗിയായി ഉഴുതുവെടുപ്പാക്കി അതിലുള്ള കളകളെല്ലാം പറിച്ചു നീക്കി നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയുള്ള ചെടികളും വിത്തുകളും അതിൽ കുഴിച്ചിടുകയെ വിതയ്ക്കുകയോ ചെയ്ത് അതിന് വേണ്ട നനവൊക്കെ കൊടുത്ത് അത് വളർത്തിക്കൊണ്ടുവരിക. അപ്പോഴാണ് നല്ല ഫലം നമുക്ക് കൊയ്യാൻ സാധിക്കുക. ആദ്യമായിട്ട് ദൈവദത്തമായ ഭൂമി, അതിൽ മനുഷ്യന്റെ പ്രയത്നം വിതയ്ക്കുക. അങ്ങനെ വിതച്ചു മുളച്ചു സമയം നോക്കി വിഷുപ്പുലരെ ഭൂമി നനഞ്ഞിരിക്കുന്ന സമയത്ത് പൂവലൊക്കെ നോക്കി വിതച്ചാൽ അതുകൊണ്ട് മാത്രം ധാന്യവിള ഉണ്ടാകുമോ? ഉണ്ടാവില്ല. പിന്നീട് മഴയോ നനവോ അനുകൂലിച്ചില്ലെങ്കിലോ അവിടെയും വന്നു ദൈവദത്തമായിരിക്കുന്ന മറ്റൊരു ഘടകം. അങ്ങനെ നമ്മളുടെ വിളകൾ വേണ്ടതുപോലെ നനച്ച് അതിന് വെള്ളം കൊടുക്കാൻ സൗകര്യമില്ലാത്തപ്പോ നമ്മൾ വെറുതെ ഇരിക്കണോ? അല്ല. വെള്ളം കിട്ടാനുള്ള വഴികൾ ആലോചിച്ച് നോക്കണം. പുഴകളാണെങ്കിൽ അണക്കെട്ടുകൾ ഉണ്ടാക്കി
ആ അണക്കെട്ടുകളിൽ നിന്ന് തോടുകൾ വഴി എവിടെയൊക്കെ വേണോ അവിടെയൊക്കെ ബക്രാനങ്കാൽ ഡാം ഉണ്ടാക്കി. ആ ഡാം ഉണ്ടാക്കിയതിന് ശേഷം, അണക്കെട്ടിന് ശേഷം പഞ്ചാബ് മുഴുവനും സസ്യവിപ്ലവമായി തീർന്നു. അതുപോലെ അണക്കെട്ടുകൾ വഴി ജലസേചന പദ്ധതികൾ ആവിഷ്കരിക്കേണ്ട ചുമതല നമുക്കുണ്ട്. കയ്യും കെട്ടി വായും പൊത്തി കണ്ണും അടച്ചിരിക്കുകയല്ല വേണ്ടത്. അങ്ങനെ ജലസേചന പദ്ധതികൾ ആവിഷ്കരിച്ചാൽ പോലും എല്ലാം വേണ്ടതുപോലെ നടക്കുമോ? മഴ തീരെയില്ലാതെ 2-3 കൊല്ലം സമയത്തിന് പെയ്യാതെ ഇരുന്നാൽ അവിടെയുള്ള ആയക്കെട്ടിൽ പോലും വെള്ളമുണ്ടാവില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവണം. അപ്പൊ അവിടെയും വന്നു ദൈവം എന്ന് പറയുന്ന ഘടകം. ഇങ്ങനെ ആലോചിച്ചു നോക്കി, മഴ പെയ്തില്ലെങ്കിൽ അണക്കെട്ട് ഉണ്ടായിട്ടും വെള്ളമില്ലോ എന്ന് പറഞ്ഞ് ഉണങ്ങിപ്പോകുന്ന കാലഘട്ടങ്ങളുണ്ട്. ഇങ്ങനെ പരിശോധിച്ചു നോക്കി, പൂർവൈരവി മഹാത്മഭിഹി, ആദ്യകാലം മുതൽക്ക് തന്നെ ബുദ്ധിയുള്ളവർ എന്താ പറയണേന്നറിയോ? തദിദം നിശ്ചിതം ബുദ്ധ്യ പൂർവൈരവി മഹാത്മഭിഹി ദൈവേച മാനുഷേ ചൈവ സംയുക്തം ലോകകാരണം. ദൈവഗതങ്ങളായിരിക്കുന്ന ഘടകങ്ങൾ ഒരു ഭാഗത്തുണ്ട്. മനുഷ്യന്റെ വിവേകപൂർവം ആലോചിച്ച് സംയോജിതം മനസ്സാന്നിധ്യത്തോടുകൂടി ബുദ്ധി കൗശലത്തോടുകൂടി അല്പകാലിക ദൃഷ്ടിയും ദീർഘകാലിക ദൃഷ്ടിയും ശാശ്വതിക ദൃഷ്ടിയും എല്ലാം കൂട്ടിക്കലർത്തി നല്ല ഒരു സമഗ്ര വീക്ഷണത്തോടു കൂടി പ്രവർത്തിക്കുന്നതായ മനുഷ്യ പ്രയത്നം. ഇത് രണ്ടും കൂടി ചേർന്നതാണ് ലോകത്തിന്റെ ഗതി. മനസ്സിലായോ? ദൈവേച മാനുഷേ ചൈവ സംയുക്തം ലോകകാരണം. എനിക്കൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സാധനം മനുഷ്യജന്മത്തിലോ മനുഷ്യ സമാജത്തിലോ ദൈവം സൃഷ്ടിച്ചതായിട്ടുണ്ടോ? നിങ്ങൾ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള വീട്, കഴിക്കുന്ന ഭക്ഷണം, ഉടുക്കുന്ന വസ്ത്രം, തലചീകുന്ന ചീർപ്പ്, വാഹനങ്ങൾ, ഗതാഗതങ്ങൾ, ഇത് മുഴുവൻ മനുഷ്യൻ നിർമ്മിച്ചതല്ലേ? എന്താ സംശയം? പേടിയാവുള്ളൂ അല്ലേ? മനുഷ്യൻ ജീവിച്ചത്, ഈ പന്തൽ ആരുണ്ടാക്കിയതാ? ഈ പ്രതിമ ആരുണ്ടാക്കിയതാ? വിളക്കാരുണ്ടാക്കിയതാ? എണ്ണ ആരുണ്ടാക്കിയതാ? ആ തീ ഉപയോഗക്ഷമമാക്കി തീർത്തതാരാ? അങ്ങനെ ഒരു നിലയ്ക്ക് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തില് എല്ലാം തന്നെ നമ്മൾ നിർമ്മിക്കുന്നതാ. പക്ഷേ നമ്മുടെ നിർമ്മാണം എവിടുന്ന് തുടങ്ങണു എന്ന് ചോദിച്ചാൽ, പാഞ്ചഭൗതികമായിരിക്കുന്ന ഈ ലോകം നമ്മൾ സൃഷ്ടിച്ചതല്ല. പാഞ്ചഭൗതികമായിരിക്കുന്ന ശരീരവും അതിന്റെ ഉൾഘടകങ്ങൾ, മനസ്സും ബുദ്ധിയും അഹങ്കാരവും, അതും നമ്മൾ രചിച്ചതല്ല. അതൊക്കെ ദൈവദത്തങ്ങളാണ്. അതൊക്കെ ദൈവദത്തങ്ങളായിരിക്കെ ആ ദൈവദത്ത ഘടകങ്ങളുടെ മുകളിൽ അവയെ വേണ്ടതുപോലെ വിനിയോഗിച്ചും പ്രയോഗിച്ചും നാം കാലോചിതമായി ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നാണ് നമുക്ക് വിവാഹം, ഗർഭാധാനം, കുട്ടികൾ, അവരുടെ വളർച്ച, അവരുടെ വിവാഹം, സർവ്വകാര്യവും നടക്കുന്നത്. അപ്പൊ ഒരു സ്ഥലത്തും ദൈവത്തെ മാറ്റി നിർത്താൻ പറ്റില്ല. ഒരു സ്ഥലത്തും നമ്മുടെ പൗരുഷം, മനുഷ്യപ്രയത്നത്തെയും മാറ്റി നിർത്താൻ പറ്റില്ല. ഇത് രണ്ടും കൂടി ചേർന്നതാണ് ലോകത്തിലുള്ള എല്ലാ പ്രവൃത്തികളും നേട്ടങ്ങളും. ഇത്രയും പറഞ്ഞതിന് ശേഷം കൃഷ്ണൻ പറയാണ്, കാത് കടം കൊടുത്ത് കേട്ടോളൂ. അഹം തു തത്കരിഷ്യാമി പരം പുരുഷകാരതഃ ദൈവം തു ന മയാ ശക്യം കർമ്മ കർത്തും കഥഞ്ജന. കേട്ടോ? ഒരിക്കൽ കൂടി പറയണോ? അഹം തു തത്കരിഷ്യാമി, ഞാൻ അങ്ങേ അറ്റം വരെ ആ കാര്യം ചെയ്യാം. ഏത് കാര്യം? പരം പുരുഷകാരതഃ, മനുഷ്യന് പൗരുഷം ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കാവുന്നത് മാക്സിമം, പരമാവധി ഞാൻ ചെയ്യാം. ചേട്ടൻ പറയുന്നത് പോലെ ഞാൻ ദുര്യോധന്റെ അടുക്കലേക്ക് പോയിട്ട് പ്രയോജനമില്ല എന്ന് നല്ല പോലെ അറിഞ്ഞിട്ടും ഞാൻ പോകാം. ചേട്ടൻ പറയുന്നത് മാതിരി സമർത്ഥമായ ഭാഷയിൽ സംസാരിക്കാം. നമ്മുടെ ഉദ്ദേശം ഫലപ്രദമായി നേടിയെടുക്കാൻ പറ്റിയ തരത്തിലുള്ള ഭാവശുദ്ധി ഉണ്ടാവും, എനിക്ക് പദശുദ്ധി ഉണ്ടാവും, പ്രവൃത്തിയും ഉണ്ടാവും. അതൊക്കെ ചെയ്താലും എന്തു വരണമെന്ന് എനിക്കറിയില്ല. പൗരുഷത്തിന്റെ പരമാവധി ഞാൻ പ്രയോഗിക്കാം. ദൈവം എന്ന് പറയുന്ന ഘടകം എന്റെ കയ്യിലല്ല, എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് കൃഷ്ണൻ പോവാൻ പുറപ്പെട്ടു. അപ്പോഴാണ് യുധിഷ്ഠിരന് തോന്നിയത്, അയ്യോ എന്റെ പൊന്നു കൃഷ്ണന് വല്ലതും വരുമോ? കൃഷ്ണ, എനിക്ക് പേടിയുണ്ടല്ലോ. നീ പോകുന്നത് ശത്രുപക്ഷത്തിലിരിക്ക, ഒറ്റയ്ക്കാണ് പോണത്. ദൂതൻ ഒറ്റയ്ക്കേ പോവുള്ളൂ. അവിടെ വല്ല കുഴപ്പമുണ്ടാവുമോ? കൂടെയുള്ളത് കുതിരകളാണ്. ഏയ് പേടിക്കണ്ട ചേട്ടാ, എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ ഈ ഭൂമി മുഴുവനും എന്നെ നേരിടാൻ പറ്റില്ല. ദാരുക, ഒരു കാര്യം ചെയ്യൂ, ശക്തിയുള്ള കുതിരകളെ കെട്ടു, നല്ല ഉറപ്പുള്ളത്, പ്രത്യേകം അസ്ത്രങ്ങളും ആവനാഴികളിൽ നിറയട്ടെ, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു പോയി. അവിടെ ചെന്ന് ദൂത് പറയാൻ ചെന്നിട്ട് കൃഷ്ണന്റെ പ്രസംഗം എന്തായിരുന്നു?
സദസ്സുണ്ട്, ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, മുതിർന്നവരെല്ലാവരും ഉണ്ട്, ധൃതരാഷ്ട്രമുണ്ട്. അവരുടെ മുൻപിൽ ചെന്ന് സംസാരിച്ചത് എന്താ? മുതിർന്നവരായ നിങ്ങൾ ഇങ്ങനെ ഇരിക്കെ ചെറുപ്പക്കാരനായിരിക്കുന്ന ഈ ദുര്യോധനൻ, ദുഷ്ടബുദ്ധിയായിട്ടുള്ളവൻ, അവന്റെ ഇംഗിതങ്ങൾക്ക് നിങ്ങൾ സമ്മതം മൂളുന്നത് ഒരിക്കലും ശരിയല്ല. ഈ ദുര്യോധനൻ പിഴച്ചവനാണ്, അവൻ അധർമ്മമാണ് ഇഷ്ടം, അവൻ ചോര തിന്നുന്ന പട്ടിയെ പോലെയാണ്, എല്ലു നക്കി നടക്കുന്ന പട്ടിയെ പോലെയാണ്. അവന്റെ വിചാരങ്ങൾ മുഴുവൻ നിങ്ങൾ അനുവദിച്ചു കൊടുത്താൽ സർവ്വതും തകരാറാവും, തരിപ്പണമാവും. മുതിർന്നവരുടെ ചുമതലയാണ് ചെറുപ്പക്കാരെ വേണ്ടതുപോലെ അടക്കി നിർത്തേണ്ടത്. ആ അടക്കി നിർത്താത്ത നിങ്ങളാണ് ഇതിൽ കുറ്റവാളികൾ എന്ന് കൃഷ്ണനാണോ വാക്കിന് കുറവ്? അസലൊരു പ്രസംഗം നടത്തി. ദുര്യോധനന് ദേഷ്യം വന്നു, പേടി വന്നു. എന്നാൽ കൃഷ്ണനെ ഒന്ന് കെട്ടിക്കളയാം എന്ന് പറഞ്ഞ് പുറപ്പെട്ടപ്പോ കൃഷ്ണൻ വിശ്വരൂപം കാണിച്ചു, പേടിച്ച് പിന്മാറി. അവിടെ തങ്ങളുടെ കൃഷ്ണൻ എവിടെ ഊണ് കഴിക്കും? ദൂത് പറയാൻ പോയി സത്കരിക്കാം, അവിടെ ഒന്നും ഊണ് കഴിച്ചില്ല. ദുര്യോധനൻ ക്ഷണിച്ചു, എന്റെ വീട്ടിൽ വന്ന് ഊണ് കഴിക്കൂന്ന്. ദുര്യോധനൻ കെട്ടാൻ പോയി എന്നുള്ളത് പറഞ്ഞൊന്നുമില്ല, പരിശ്രമം നടന്നേ ഉള്ളൂ. അപ്പോഴേക്കും കാര്യം നിർത്തി. അപ്പൊ ചോദിച്ചു, അങ്ങ് എന്നെ ഊണ് കഴിക്കാൻ വിളിക്കുന്നുണ്ടല്ലോ, ആ വിളി ശരിയല്ല. സംപ്രീതി ഭോജ്യാനി ആപദ്ഭോജ്യാനി വാ പുനഃ നച സംപ്രീയസേ രാജൻ നചൈവാപദ്ഗതാവയം. സാധാരണ ഒരാള് വേറൊരാളുടെ വീട്ടിൽ പോയി ഊണ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുന്നില്ല. ഇതിൽ നിന്ന് വല്ല മൂല്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി മനസ്സിലാവുന്നുണ്ടോ? അതോ എന്റെ പറച്ചിൽ ശരിയാവില്ല എന്നുണ്ടോ? സംപ്രീതി ഭോജ്യാനി ആപദ്ഭോജ്യാനി വാ പുനഃ നച സംപ്രീയസേ രാജൻ നചൈവ അപദ്ഗതാവയം. ഒരാളുടെ വീട്ടിൽ എപ്പോഴാ പോയി ഊണ് കഴിക്കുക? അതെ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് ക്ഷണം സ്വീകരിച്ച് ഒന്ന് ഊണ് കഴിച്ചാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പട്ടിണി കിടക്കുന്ന ആളല്ല, വീട്ടിൽ ഊണൊക്കെ ഉണ്ട്, എന്നാലും ഞങ്ങളൊരു ഊണ് തയ്യാറാക്കിയിട്ടുണ്ട്, ഒന്ന് വന്ന് കഴിച്ചാൽ കൊള്ളാം. അപ്പൊ നമ്മളിവിടെ അന്നക്ഷേത്രം നടത്തണം. ആർക്ക് വേണ്ടിയിട്ടാണ് നടത്തണേ? നമുക്കൊക്കെ ഊണ് കഴിക്കാനാ. നിങ്ങളെയല്ല ഞാൻ പറയണേ, ഞങ്ങൾക്ക് ഊണ് കഴിക്കാനില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ ഊണൊക്കെ ഒരുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വരുന്ന ഭക്തജനങ്ങൾ ഭക്ഷണം കഴിക്കണം, അവർ വേണ്ടതുപോലെ കഴിച്ചാൽ നമുക്കതിൽ സന്തോഷം. ഇവിടെ സേവനം ചെയ്യുന്നവരോട് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ആതിഥേയ ദൗത്യമാണ് അവർക്കുള്ളത്. വരുന്നവരൊക്കെ ഭക്താതിഥികളാണ്, അല്ലെങ്കിൽ അതിഥിഭക്തന്മാരാണ്. അവർ വേണ്ടതുപോലെ നാം ഒരുക്കു കൂട്ടിയിട്ടുള്ള ലളിതമായിരിക്കുന്ന ഭക്ഷണ സാമഗ്രികൾ അവരുടെ ഇഷ്ടപ്പെടിക്ക് സന്തോഷാർത്ഥം നമുക്ക് സന്തോഷം തോന്നി അവർക്കൊരു ഉപകാരവും ആവത്തക്ക വിധത്തിൽ വിളമ്പണം. അത് നമ്മുടെ ആവശ്യമാണ്. സംപ്രീതി ഭോജ്യാനി. വിളിക്കുന്ന ആൾക്ക് പ്രീതി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എവിടെയും പോയി നമുക്ക് ഊണ് കഴിക്കാം. അല്ലെങ്കിലോ ആപദ്ഭോജ്യാനി വാ പുനഃ. ഈ ഊണ് കഴിക്കുന്ന ആൾക്ക് വിശപ്പ് സഹിച്ചു വയ്യ, ഒരടി നടക്കാൻ വയ്യ. ഏത് ഗൃഹത്തിൽ ചെന്നാലും കുറച്ചൊരു പിടി വാരി തിന്നാം. ആ ആളെ ഇഷ്ടമില്ല, എന്നാലും വിശപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആപത്തിൽപ്പെട്ടാൽ തിന്നാം. എന്റെ സ്ഥിതിയും അങ്ങയുടെ സ്ഥിതി എന്താ? നച സംപ്രീയസേ രാജൻ. ഞാൻ പറയണത് അങ്ങക്ക് ഇഷ്ടമല്ല, എന്റെ വിലയിരുത്തലും അങ്ങക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇഷ്ടമില്ലാത്ത ഒരാൾ എന്നെ തീരെ പിടിക്കില്ല, പിന്നെ എന്തിനായി വിളിക്കണേ? വെറുവാക്ക് പറഞ്ഞ് അങ്ങക്ക് ഞാൻ ഊണ് കഴിച്ചാൽ തൃപ്തിയില്ല, ഞാനോ ആപത്തിലോട്ട് പെട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞു അത്രേ. കുറച്ചുകൂടിയും പറയാണ്, ദുഷതന്നം ന ഭോക്തവ്യം ദുഷന്തം നൈവ ഭോജയേ പാണ്ഡവാൻ ദുഷസേ രാജൻ മമ പ്രാണാഹി പാണ്ഡവാ. നമ്മളെ വെറുക്കുക അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യമുള്ള ഒരാളുടെ ആഹാരം കഴിക്കരുത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ പലരോടും പറയുന്നതാ, വെളുത്ത ചോറ് കറുത്ത മോറോടുകൂടി കൊടുക്കും. അമ്മയായാലും കൂടി ആ വെളുത്ത ചോറ് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി കൊടുക്കണം. ഊണ് കഴിക്കുമ്പോൾ വർത്തമാനം പറയരുത്. വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് 2-3 മണിക്കൂറായി തയ്യാറാക്കിയിട്ടുള്ള ഭക്ഷണം നിങ്ങൾ ബളബള ബളബള എന്ന് പറഞ്ഞ് രാഷ്ട്രീയം ഡിസ്കസ് ചെയ്തുകൊണ്ട് കഴിച്ചാൽ എങ്ങനെയാ ശരിയാവുക? ദഹനം തുടങ്ങുന്നത് വായുടെ ഉള്ളിൽ നിന്നാണ്. ഉമിനീരാണ് ഇതിൽ പ്രധാനപ്പെട്ട ഘടകം. ഓരോ കവിളും എടുത്താൽ 32 പല്ലുണ്ട്, 32 തവണ അത് ചവയ്ക്കണം എന്നാണ് കണക്ക്. പറയണ്ട അല്ലേ? അവ പറയണോ? 32. നമ്മളൊക്കെ സോഫ്റ്റ് ഫുഡ് പ്രിയന്മാരാ. ഈ സോഫ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ പല്ലില്ലാതെ വയസ്സന്മാരും അങ്ങോട്ട് ഇറക്കണമാതിരി ഇറക്കുന്നു. ആ സോഫ്റ്റ് ഫുഡല്ല, ഇച്ചിരി കടുപ്പുള്ളതായിക്കോട്ടെ, വെള്ളം അധികം പാടില്ല. നമ്മുടെയൊക്കെ ഈ സാമ്പാറും മോരൊഴിച്ച കൂട്ടാനും ഒക്കെ ആയിട്ട് ബിളുബിളുബിളു കഴിക്കുകയാണ്. അതല്ല വേണ്ടത്, ഉറച്ച ഭക്ഷണമാണ് നല്ലത്. 32 തവണ ചവയ്ക്കണം, അപ്പോഴേ ഉമിനീരോട് കൂടി യോജിക്കുള്ളൂ. ദഹനം തുടങ്ങുന്നത് അവിടുന്നാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ വർത്തമാനം പറഞ്ഞാലോ ഉമിനീര് ഉണ്ടാവുന്നത് ഉത്പാദനം കുറയും. പിന്നെ ഈ വിളമ്പുന്നവർക്ക് വേണ്ടതുപോലെ വിളമ്പണമെങ്കിൽ നിങ്ങൾ മിണ്ടാണ്ടിരിക്കണ്ടേ? അയാൾ എന്താ വന്നേന്ന് വരെ തോന്നി തുടങ്ങും.
അപ്പോ ശാന്തമായി സമാധാനത്തോടു കൂടി മിണ്ടാതെ ഊണ് കഴിക്കുക വേണ്ടത്. അപ്പൊ ദേഷ്യബുദ്ധി നമുക്ക് ഉണ്ടാവരുത്. ദ്വിഷതന്നം ന ഭോക്തവ്യം ദ്വിഷന്തം നൈവ ഭോജയേ. നമ്മളോട് ദേഷ്യമുള്ളവരെ നമ്മൾ ഭക്ഷണം കൊടുക്കും വേണ്ട, അതും അവർക്ക് ഇഷ്ടാവില്ല. പാണ്ഡവാൻ ദ്വിഷസേ രാജൻ. അങ്ങക്ക് പാണ്ഡവന്മാരെ ദുര്യോധന തനിക്ക് ഇഷ്ടമല്ലല്ലോ. എന്നാ പാണ്ഡവന്മാരോ മമ പ്രാണാഹി പാണ്ഡവാഹ. പാണ്ഡവന്മാർ എനിക്ക് പ്രാണനാണ്. അപ്പൊ ഞാൻ ഇഷ്ടപ്പെടുന്നവരെ താൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അനിഷ്ടം നമ്മുടെ ഇടയിൽ അന്യോന്യം ഉണ്ടായിരിക്കെ പിന്നെ എന്താ കാര്യം? സർവമേതേന ഭോക്തവ്യം അന്നം ദുഷ്ടാഭിസംഹിതം ക്ഷത്തുരേകസ്യ ഭോക്തവ്യം ഇതി മേ ധീയതേ മതിഃ. ഞാൻ വിതുരന്റെ അവിടെ പോയി വിതുരൻ എന്നെ ക്ഷണിച്ചില്ലെങ്കിലും ഊണ് കഴിക്കാമെന്നാണ് തീരുമാനിച്ചത്. അങ്ങേക്ക് അതിനുള്ള അർഹതയില്ല എന്ന് തുറന്ന് പറഞ്ഞു പോയി അത്രേ. ഇങ്ങനെ തുറന്ന മനസ്ഥിതി കൃഷ്ണാനുയായികളും കൃഷ്ണഭക്തന്മാരുമായ നിങ്ങൾ വളർത്തിയെടുക്കാൻ തയ്യാറുണ്ടോ? അതോ ഉള്ളിലെ കഴുത്തില് മുത്തുമാല തപ്പി നടക്കുന്നതോ മത്തങ്ങി അങ്ങനെ ഒരു ഏർപ്പാടാണോ? എന്താ അതിന്റെ കാര്യം? രുദ്രാക്ഷമാല കഴുത്തിലും മറ്റൊന്ന് മനസ്സിലും ഒരു പറച്ചിലുണ്ട്. അതേമാതിരിയോ ഉള്ളു തുറന്ന് പറയുക, അങ്ങനെ വിളിക്കുന്നത് സന്തോഷാർത്ഥമല്ല, എനിക്ക് ആപത്തുമില്ല, അങ്ങക്ക് എന്നോട് ദേഷ്യമാണ്, ആ ദേഷ്യമുള്ള ആളിന് പോയിട്ട് ഞാൻ എങ്ങനെ പോയി കഴിക്കും എന്നിട്ട് പറയാതെ വിതുരന്റെ അവിടെ പോയി ഊണ് കഴിച്ചു. ഇതൊക്കെയാണ് ശ്രീകൃഷ്ണന്റെ പ്രവർത്തന രീതികളും സമ്പ്രദായങ്ങളും. ഈ വക സമ്പ്രദായങ്ങളൊക്കെയാണ് ഭാരതത്തിൽ നാം കാണുന്നത്. അപ്പൊ ഭാരതത്തിലുള്ള കൃഷ്ണൻ ഈ മാതിരിയുള്ള അവതരണങ്ങളാണ് നമുക്ക് തരുന്നത്. ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ കൃഷ്ണൻ എന്തൊക്കെ ചെയ്തു നിങ്ങൾക്കറിയാം. യുദ്ധം അവസാനം വന്നു, തേരാളിയായിട്ടിരുന്നു. രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ തേരിനെ കൊണ്ട് നിർത്താൻ പറഞ്ഞു. ആ പറഞ്ഞത് എന്തുദ്ദേശത്തിനും ആ ഉദ്ദേശം 3-4 ഇരട്ടി സഫലമാകത്തക്ക വിധത്തിൽ ഭീഷ്മദ്രോണരുടെ മുൻപിൽ കൊണ്ടുപോയി നിർത്തി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോഴാണ് അർജുനന് തന്റെ പൊള്ളത്തം മനസ്സിലായത്. ആ പൊള്ളത്തം മുഴുവൻ തീർക്കാനായി യുദ്ധമുപദേശിച്ചു, തത്വമുപദേശിച്ചു. തത്വമുപദേശിച്ച് അർജുനന്റെ മനസ്സൊക്കെ തെളിഞ്ഞു. തെളിഞ്ഞ സമയത്ത് പെട്ടെന്നിതാ അവിചാരിതമായിരിക്കുന്ന ഒരു നീക്കം. എന്താണ് ആ നീക്കം? യുധിഷ്ഠിരൻ അമ്പും വില്ലും താഴത്ത് വെച്ച് മറുപക്ഷത്തിലേക്ക് ധൃതിപ്പെട്ട് നടന്നു പോണു. അർജുനൻ പേടിച്ചു കളഞ്ഞു. എന്റെ വിഷമമൊക്കെ തീർന്നു, സമാധാനമായി എന്ന് വിചാരിച്ചു. ഇനിയിപ്പൊ ചേട്ടനാണ് അമ്പും വില്ലും ഇല്ലാതെ പോണത്. അവിടെ പോയിട്ട് എന്താ ചെയ്യാ? അടിയറ വയ്ക്കാനാ പോണേ. കൈ കിടന്ന് പിടിച്ച് വലിച്ചു അത്രേ. കൃഷ്ണൻ പറഞ്ഞു, മിണ്ടണ്ട മിണ്ടണ്ട, യുധിഷ്ഠിരനാണ്, നീയല്ല, ധർമ്മപുത്രനാ, വെറുതെ ഒന്നും ആലോചിക്കാതെ ചെയ്യില്ല. മിക്കവാറും യുധിഷ്ഠിരൻ പോണത് ഭീഷ്മദ്രോണാദികളുടെ അനുഗ്രഹം മേടിക്കാനാ, മിണ്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞ് തടുത്തു നിർത്തിയത്രേ. യുധിഷ്ഠിരൻ നേരെ ചെന്നു ഭീഷ്മരെ പോയി നമസ്കരിച്ചു. ആ നമസ്കരിച്ചപ്പോ ഭീഷ്മർ ഉടനെ പറയണത്, നന്നായി എന്റെ പൗത്ര, ഹേ താതാ, എനിക്ക് വളരെ സന്തോഷമായി. വന്നെന്നെ നമസ്കരിച്ച് അനുഗ്രഹം മേടിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ശപിക്കുമായിരുന്നു. വന്നത് വളരെ നന്നായി. പ്രീതോഹം പുത്രയുദ്ധസ്വ ജയമാപ്നുഹി പാണ്ഡവ. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഇഷ്ടംപോലെ യുദ്ധം ചെയ്തോ. ഞാൻ മുത്തശ്ശനാണ്, ആചാര്യനാണ് എന്നൊന്നും വിചാരിക്കണ്ട. ശത്രുപക്ഷത്തിൽ നിൽക്കുന്നവനാണ്, ശത്രുപക്ഷ തലവനാണ്. അതുകൊണ്ട് യുദ്ധം ചെയ്യൂ, ജയം മേടിക്കൂ. നിനക്ക് എന്താണ് ആവശ്യം? യുദ്ധം മാത്രം എൻ്റെ അടുത്ത് നിന്ന് ആവശ്യപ്പെടരുത്, വേറെ എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ. ഞാൻ പിന്നെ എന്താ ഇവിടെ നിൽക്കണത് എന്നല്ലേ? അർത്ഥസ്യ പുരുഷോ ദാസോ ദാസസ്ത്വർത്ഥോ ന കസ്യചിത് ഇത് സത്യം മഹാരാജ ബദ്ധോസ്മ്യർത്ഥേന കൗരവൈഃ. അർത്ഥസ്യ പുരുഷോ ദാസോ ദാസസ്ത്വർത്ഥോ ന കസ്യചിത് ഇത് സത്യം മഹാരാജ ബദ്ധോസ്മ്യർത്ഥേന കൗരവൈഃ. ഇത്ര കാലവും ഞാൻ ദുര്യോധനന്റെ പക്ഷത്തിലിരുന്ന് ഹസ്തിനപുരത്തിന്റെ സൗഭാഗ്യവും അതിന്റെ കെട്ടുറപ്പും ഉറപ്പുവരുത്തിക്കോളാം എന്ന് പറഞ്ഞിരിക്കുന്ന ആള് യുദ്ധാവസരത്തിൽ എനിക്ക് മാറ്റിപ്പോവാൻ പറ്റില്ല. ഇന്നേ വരെ ഞാൻ തിന്നതും കുടിച്ചതും ദുര്യോധനന്റെ ഹസ്തങ്ങളിലാണ്. ആ അർത്ഥം എന്നെ ബന്ധിച്ചിരിക്കുന്നു. ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്ത്? അർത്ഥസ്യ പുരുഷോ ദാസോ ദാസസ്ത്വർത്ഥോ ന കസ്യചിത്. എല്ലാവരും പണത്തിന്റെ അടിമകളാണ്, പണം ഒന്നിന്റെയും അടിമയല്ല. ഈ പറഞ്ഞത് എന്റെ കാര്യത്തിൽ ശരിയാണ്. ബദ്ധോസ്മ്യർത്ഥേന കൗരവൈഃ. കൗരവന്മാരാൽ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പോട്ടെ മുത്തശ്ശൻ യുദ്ധം ചെയ്യുന്നിടത്തോളം കാലം
ദുര്യോധനെ തോൽപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അങ്ങനെ തോൽപ്പിക്കാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചു അത്രേ. ഇപ്പൊ ചോദിക്കണ്ട, ആ സമയം വരുമ്പോ ചോദിക്കൂ എന്ന് പറഞ്ഞയച്ചു. ഇതേമാതിരി ദ്രോണരെയും കൃപരെയും എല്ലാം ചെന്ന് നമസ്കരിച്ച് അവരും ഇതേമാതിരി പറഞ്ഞ് യുധിഷ്ഠിരൻ തിരിച്ചു വന്നു. അപ്പോ ആ യുധിഷ്ഠിരന്റെ പോക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കി സംയോജിത ബുദ്ധിയോടുകൂടി വിലയിരുത്തി, ദിവ്യദൃഷ്ടി കൊണ്ടൊന്നുമല്ല, മനസ്സിലാക്കി തടുത്തു നിർത്തിയത് കൃഷ്ണനാണ്. അങ്ങനെ യുദ്ധം തുടങ്ങിയിട്ടോ അഭിമന്യു മരിക്കുന്നതിന് മുൻപ് ആ മരണ ദിവസം കാലയവനന്മാരാണെന്ന എൻ്റെ ഓർമ്മ. അവരോട് യുദ്ധം ചെയ്യാനായി കൃഷ്ണനും അർജുനനും അങ്ങോട്ട് ദൂരെ പോയിരുന്നു. അത് തിരിച്ചു വരുമ്പോഴേക്കും അഭിമന്യുവിന്റെ മരണം അറിഞ്ഞു. എൻ്റെ അപ്പോ, ഈ അഭിമന്യു മരിച്ചാൽ ഈ അർജുനൻ അത് എങ്ങനെ താങ്ങും? അതിനിപ്പോ എന്താ ചെയ്യാ? ഇപ്പൊ കൃഷ്ണൻ വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദൃശ്യം. എന്താണ് ആ ദൃശ്യം? ഹോമകുണ്ഡം അങ്ങനെ കത്തിജ്വലിക്കണു. ആ ഹോമകുണ്ഡം, അതിലൊരു ബ്രാഹ്മണൻ അതിങ്ങനെ പ്രദക്ഷിണം വെച്ച് അവിടെ ഇങ്ങനെ നിൽക്കുക. നോക്കുമ്പോ തോന്നി എടുത്തങ്ങ് ചാടുന്ന്. എന്താ ഈ കാണിക്കണത്? ഞാൻ തീയിൽ ചാടാൻ പോവാ. തടുത്തു നിർത്തി, തീയിൽ ചാടരുത്. എന്താ സംഗതി? എൻ്റെ മകൻ മരിച്ചു. എൻ്റെ മകൻ മരിച്ചപ്പോ ഞാൻ ജീവിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ചാടിക്കളയാം. ഹൈ, അത് പാടില്ല എന്നായി. അപ്പൊ കൃഷ്ണൻ അവിടെ ഇടപെട്ടു. എന്താ അർജുന നീ ഇങ്ങനെ പറയണത്? പുത്രൻ മരിച്ചാൽ പുത്രദുഃഖം ഉണ്ടാവില്ലേ? ഞാനൊരു കാര്യം ചെയ്യാം, ആ ബ്രാഹ്മണനോട് ചാടാതെ ഇരിക്കാൻ നിർബന്ധിക്കാം. എങ്ങനെയാണെങ്കിൽ നിനക്കിങ്ങനെ വന്നു എന്ന് വെച്ചാൽ നീ ചാടുവോ? ചാടില്ല, ഞാൻ ചാടില്ല. എൻ്റെ മകൻ മരിച്ചാൽ പോലും ഞാൻ എൻ്റെ ജീവൻ ഉപേക്ഷിക്കാൻ പോണില്ല. അത് ശരിയാണെന്ന് പറഞ്ഞൊരു വാഗ്ദത്തം ഈ ബ്രാഹ്മണന് കൊടുക്കാമോ? കൊടുക്കാം. നോക്കൂ, അങ്ങയേക്കാൾ ചെറുപ്പമായിട്ടുള്ള അർജുനൻ തൻ്റെ പുത്രൻ മരിച്ചാൽ ചാടില്ല എന്ന് പറഞ്ഞൊരു ഉറപ്പ് തരുന്നു. ആ ഉറപ്പിന്റെ പേരിൽ അങ്ങയോട് ഞാൻ പറയാണ്, തൽക്കാലം പിൻവലിക്കുക. എന്തായാലും ആത്മഹത്യ നല്ലതല്ലോ. ശരി, ഞാൻ കൂട്ടായി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത്രേ. അത് കഴിഞ്ഞ് ഇവർ രണ്ടാളും കൂടി വന്നപ്പോ ഇവിടുത്തെ വാർത്ത എന്താ? അവരുടെ പക്ഷത്തിൽ എല്ലാം തന്നെ ശോകമൂകത തടം കെട്ടി നിൽക്കുക. അഭിമന്യുമാവും പാവം ചെറുപ്പക്കാരൻ പത്മവ്യൂഹം ഭേദിച്ച്, പത്മവ്യൂഹോ ചക്രവ്യൂഹോ എന്ന് ഓർമ്മയില്ല, ചക്രവ്യൂഹാണെന്ന് തോന്നുന്നു. അത് ഭേദിച്ച് അകത്തേക്ക് കിടക്കാം, പക്ഷെ എനിക്ക് പുറത്തു വരാൻ അച്ഛൻ പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറഞ്ഞു ഇത്ര അഭിമന്യു. കേൾക്കുന്നുണ്ടോ നിങ്ങള്? അത് നിങ്ങൾക്ക് അറിയാമോ? അറിഞ്ഞാൽ ഒരിക്കൽ കൂടി അറിഞ്ഞോളൂ. അപ്പൊ യുധിഷ്ഠിരൻ പറഞ്ഞു അത്ര, വിരോധമില്ല മോനെ, നീ വല്ല വിധവും കിടക്ക്, ഞങ്ങൾ എല്ലാവരും കൂടി ഒപ്പണ്ട കൂടെ. നമ്മൾ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ആ പഴുതടയ്ക്കാൻ പറ്റില്ല, അതിലൂടെ നമ്മൾ ഭേദിക്കാന്ന് പറഞ്ഞു അത്ര. പാവം അകത്ത് കിടക്കുമ്പോഴേക്കും എല്ലാവരും കൂടി അത് അടച്ചു. അവിടെ ഇരുന്ന് ഭീഷ്മരോടും ദ്രോണരോടും പൊരുതി യുദ്ധം ചെയ്ത് വീരയുദ്ധം. ആകാശത്തിൽ നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി അത്രേ. ആ ഏറ്റവും ചെറിയ അഭിമന്യുവും ഏറ്റവും പഴക്കമുള്ള ഭീഷ്മരും കൂടി യുദ്ധം നടന്ന സമയത്ത് ആകാശത്തിൽ നിന്ന് ആ പാർത്ഥന്റെ പുത്രൻ, ആ പാർത്ഥ പാരമ്പര്യം, പൈതൃകം, പ്രഭാവം, പ്രോജ്വലത, ആ മഹാത്മ്യം, ആ ധീരത, ആ മനസ്സാന്നിധ്യം, ആ തേജസ്, ഓജസ് എല്ലാം കൂടി ആ യുദ്ധത്തിൽ കണ്ടു അത്രേ. കാര്യം മരിച്ചാലും പുഷ്പവൃഷ്ടി ഉണ്ടായി. ആ ദുഃഖം സഹിക്കാൻ അർജുനന് പറ്റാതെ കരയാൻ തുടങ്ങിയപ്പോ, വരട്ടെ അർജുന, നമ്മളവിടെ കണ്ടതെന്താ? ബ്രാഹ്മണൻ. എന്തായിരുന്നു? പുത്രദുഃഖം. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? ഞാൻ ചാടില്ല, ഞാൻ മരിക്കില്ല എന്ന് പറഞ്ഞു. അത് ഓർമ്മ വയ്ക്കണ്ടേ? ആ ശരി, കണ്ണൊക്കെ ഒന്ന് തുറച്ചു. ഇതാണ് നമ്മുടെ കൃഷ്ണന്റെ പണി. സാധാരണ നിങ്ങൾ അവതാരം എന്ന് പറഞ്ഞാൽ അദൃശ്യ ശക്തി ദൃശ്യമാകുമ്പോൾ എന്ന് പറഞ്ഞ 8ഉം 9ഉം അധ്യായങ്ങളിൽ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ. ഇതിലാണ് ഇന്നലെ പറഞ്ഞ വാമന ചരിത്രവും അതിന്റെ ബാക്കി ഭാഗമൊക്കെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗജേന്ദ്രൻ സ്തുതിച്ച സമയത്ത് പെട്ടെന്ന് വന്നു ആകാശം ഭേദിച്ചുകൊണ്ട് ചതുർഭുജധാരി ഗരുഡവാഹനൻ. അംബരീഷ ചക്രവർത്തിയെ സഹായിക്കാനായി ഒരു ചക്രം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ പല സ്ഥലങ്ങളിലും സന്ദർഭ അവസരങ്ങൾക്കനുസരിച്ചുള്ളതായ ഈശ്വരീയ പ്രകടനമാണ് നടന്നത്. ഇവിടെ കൃഷ്ണൻ അങ്ങനെയല്ല. നിങ്ങളും ഞാനുമൊക്കെ ശരീരത്തിൽ ജനിച്ച് ദീർഘകാലം അച്ഛനമ്മമാരോടുകൂടിയും സഹോദരാദികളോടുകൂടിയുമാണ് പല വിധത്തിലുള്ളതായ സമ്പർക്കങ്ങളും വ്യവഹാരങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം അനുഭവിക്കുന്നത് പോലെ അനുഭവിച്ചുള്ള ഒരു മനുഷ്യ ചരിത്രമാണ് ശ്രീകൃഷ്ണന്റേത്. അവിടെ നിങ്ങളുടെ യുദ്ധത്തിൽ പല സന്ദർഭങ്ങളും ഉണ്ടായി. ദ്രോണാചാര്യന് കീഴടങ്ങണില്ല. ഭീഷ്മരോട് അർജുനൻ എയ്യുന്ന അമ്പന് ശക്തി കൂടിയില്ല. എന്തൊക്കെ ഞാൻ പറഞ്ഞാലും മുത്തച്ഛനാണെന്നുള്ളൊരു തോന്നൽ നിന്റെ അസ്ത്രത്തിന്റെ മൂർച്ച കുറയ്ക്കുക. എന്താ തൊടുക്കാൻ കൂട്ടാക്കണില്ല. രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങിയത്രേ.
ഞാൻ തന്നെ ചക്രം കൊണ്ട് ഭീഷ്മരെ കഴുത്തറുത്ത് കളയാണ്. അപ്പൊ അർജുനനും ചാടി, അയ്യോ ചെയ്യരുതേ, അങ്ങയുടെ പ്രതിജ്ഞ പാഴാക്കരുതേ, ഞാൻ തന്നെ മൂർച്ചയുള്ള അമ്പ് പ്രയോഗിച്ചോളാം എന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യന്റെ മനസ്സ് സമ്മതിക്കണ്ടേ? കണ്ടമാത്രയിൽ ആരാധിക്കേണ്ട പൂജാർഹരായിരിക്കുന്ന ഈ വയോവൃദ്ധനായിരിക്കുന്ന ഭീഷ്മരെ അദ്ദേഹത്തിന് അസ്ത്രം കൊണ്ട് നേരിടുക എന്ന് പറഞ്ഞാൽ ആത്മോപദേശമൊക്കെ കഴിഞ്ഞാലും സമ്മതിക്കണില്ല. കൈ അങ്ങോട്ട് പോകുമ്പോൾ മനസ്സ് ഇങ്ങോട്ട് പിടിച്ചു വലിക്കുക. ആ മനസ്സിന്റെ പിടിച്ചുവലി മാറാനായിട്ട് കൃഷ്ണൻ എന്ത് ചെയ്തു? ഇറങ്ങി അങ്ങോട്ട് ചാടി, ഞാൻ കൊന്നു കളയാമെന്നും പറഞ്ഞ്. അപ്പോഴേ ഊക്ക് വന്നുള്ളൂ. കർണന്റെ ചക്രം താഴ്ത്തു പോയി. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അധർമ്മമല്ലേ, പാടുണ്ടോ? ചക്രം ചളിയിലാണ്ടുപോയി. അതെടുക്കട്ടെ എന്ന് പറഞ്ഞു നിന്നു. അതിന് വിശ്രമം കൊടുക്കരുത്, ഈ സമയത്ത് തന്നെ അടിക്കണം എന്ന് പറഞ്ഞ് ഉപദേശിച്ചു. അപ്പൊ ശ്രീകൃഷ്ണന് സമയോചിതമായി ധർമ്മത്തിന്റെ കാര്യം നിർവഹിക്കാൻ അല്പം വെള്ളം ചേർക്കണമെങ്കിലും ചേർക്കാതെ നിവൃത്തിയില്ല. അർദ്ധരാത്രിക്കാണല്ലോ സന്യാസിയെ അറസ്റ്റ് ചെയ്തത്. എന്തിനാ ഈ അർദ്ധരാത്രി? പകൽ അറസ്റ്റ് ചെയ്താൽ വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും എന്നറിയാം. 12 മണിക്കൂർ നേരം ആന്ധ്ര മുഖ്യമന്ത്രി പിടിച്ചു നിർത്തിയത്രേ. അദ്ദേഹത്തിന് പിന്നെ പറയാൻ പറ്റിയില്ല. കോർട്ട് ഓർഡറാണ് മുൻപില്. അതിന്റെ മുകളിൽ പ്രസിഡന്റിനും കൂടി ഒരു നടപടി എടുക്കാൻ പറ്റില്ല. നിവൃത്തിയില്ലാതെ സമ്മതിച്ചതാണ്. അപ്പോ നിങ്ങളൊക്കെ ആലോചിക്കണം, ഒരു കാര്യം തന്ത്രപൂർവം എത്ര നടത്തണ ഉദ്ദേശം എന്താണോ അത് സാധാരണക്കാർക്ക് പറ്റില്ല. അതുകൊണ്ടാണ് അസാധാരണമായ ആ മനുഷ്യ വ്യക്തിത്വം അല്ലെങ്കിൽ മേന്മ സമ്പൂർണമായിരിക്കുന്ന മഹാത്മാക്കൾ ചിലപ്പോ ഇങ്ങനെയൊക്കെ ഇടപെടുന്നത്. അങ്ങനെ പല സന്ദർഭങ്ങളിലും പലതും ചെയ്ത് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് കർണൻ വലിയൊരു ഘടകമാണ്. കർണന്റെ ശക്തിയും പാടവവും സാമർഥ്യവും ഒക്കെ അർജുന സമമാണ്. ആ കർണന് പഞ്ചപാണ്ഡവന്മാരോട് വലിയൊരു ഈർഷയാണ്. അവരെ കൊന്നേയിരിക്കൂ എന്നുള്ളതാണ്. ആ കർണനെ നിർവീര്യനാക്കാൻ അല്ലെങ്കിൽ ബലം കുറയ്ക്കാൻ എന്താ വേണ്ടേ? ചെന്ന് പറഞ്ഞു. ആരോട്? കുന്തിയോട്. കുന്തി, ഒതുക്കി വെച്ചിരിക്കല്ലേ രഹസ്യം കർണൻ തന്റെ മകനാണെന്ന്. ഒരു ദിവസം രാത്രി ആരും കാണാത്തപ്പ ചെന്ന്, കർണ നീ എൻ്റെ മകനാണ് എന്ന് പറയുമ്പോഴേക്കും മൊലയെന്ന് പാലങ്ങൾ ചേർന്നു അത്രേ. അയ്യോ, ചെകിട് കേൾക്കാത്തവന് ആദ്യമായി ഇടിവെട്ട് കേട്ടതുപോലെയായിരുന്നു. എല്ലാവർക്കും ഉണ്ടൊരമ്മ, എനിക്കുമുണ്ട്. ഞാൻ ഉണ്ടെന്ന് കണ്ടതും അറിഞ്ഞതും ആസ്വദിച്ചതും രാധയാണ്. ഇപ്പൊ ഇതാ വന്ന് പറയണു, ഒരു രാജകീയ പദമുള്ള രാജ്ഞി വന്ന് പറയണു ഞാനാണമ്മാന്ന്. ശരി, അമ്മ ഇത് പറയുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ രാധയാണമ്മ. അമ്മയ്ക്ക് എന്താ വേണ്ടേ? സത്യത്തിന്റെ മുകളിൽ മനുഷ്യൻ പ്രവർത്തിക്കണമല്ലോ. നീ പാണ്ഡവന്മാരോട് യുദ്ധം ചെയ്യരുത്. ഒരു കാര്യം ചെയ്യാം, അർജുനെ ഒഴിച്ച് ഒരാളെ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞത്. അതും ചെയ്യിച്ചു. ദുര്യോധനൻ യുദ്ധത്തിന് മുൻപ് ഗാന്ധാരി കണ്ണു തുറന്ന് 2 സന്ദർഭത്തിൽ കണ്ണു തുറന്ന് കാണുമത്രേ. അതിലാദ്യത്തെ തവണ കണ്ണു തുറപ്പിച്ച് ദുര്യോധനന്റെ ആ പൂർണ്ണ രൂപം നഗ്നമായിട്ട് കാണിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഗാന്ധാരി കണ്ണു തുറഞ്ഞ് കണ്ടിരുന്നെങ്കിൽ ദുര്യോധനന്റെ എവിടെ എന്തടിച്ചാലും ഏശില്ല. അങ്ങനെ ദുര്യോധനൻ തിരക്കിട്ട് നഗ്നനായി അമ്മയുടെ മുൻപിൽ പോണു എന്നുള്ള വർത്തമാനം, രാജാവാണല്ലോ, ഇതൊക്കെ വെറുതെ ഇരിക്കില്ലല്ലോ, ആരെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. ബോഫേഴ്സൊക്കെ പുറത്തു വരുന്നില്ലേ? അതേമാതിരി ആ വിവരം കിട്ടിയപ്പോൾ കൃഷ്ണൻ ഓടി അവിടെ ചെന്നു. ദുര്യോധന നമ്മൾ യുദ്ധം ചെയ്യണു, ഞാൻ തേരാളിയാണ്, ആ കാര്യമൊക്കെ ഇരിക്കട്ടെ, മര്യാദ എന്ന് പറയുന്നത് ഒന്നുണ്ട്. പെറ്റു വളർത്തിയ അമ്മയാണ്, തനിക്ക് പ്രായപൂർത്തി വന്നു കഴിഞ്ഞു. ആ പ്രായപൂർത്തി വന്ന അമ്മയുടെ മുൻപില് പൂർണ്ണ നഗ്നനായി ഒരുത്തൻ ചെല്ലരുത്, മഹാപാപാണ്. അതുകൊണ്ട് നീ അരയിലൊരു ചെറിയ തോർത്തമുണ്ടെങ്കിലും ഉടുത്തു ചെല്ലണം എന്ന് പറഞ്ഞു അത്രേ. മഹാപാപം അത് കേൾക്കും ചെയ്തു. അപ്പൊ എന്ത് പറ്റി? ഈ തോർത്തം കൊണ്ട് ഉടുത്ത ഭാഗം ഒഴികെ മറ്റൊന്നും ദുര്യോധനന്റെ അടിക്കാനും അമർത്താനും പറ്റില്ല. ദുര്യോധനും ഭീമനും കൂടി ദ്വന്ദ്വയുദ്ധം നടക്കുന്ന സമയത്ത് എന്തുണ്ടായി? പല ദിക്കിലും അടിച്ചു. സാമർഥ്യം കൊണ്ട് ദുര്യോധനൻ മേലെ, ശക്തി കൊണ്ട് ഭീമനും മേലെ. 2 പേരെയും പഠിപ്പിച്ചത് ഒരേ ബലരാമൻ. ആരും തോൽക്കണില്ല. അവസാനം കൃഷ്ണൻ അവിടെ ഒളിഞ്ഞു നിന്ന് പറഞ്ഞു അത്രേ, തൊടയിൽ താളം പിടിച്ചു, തൊടയിലടിക്കാൻ. ആ തോർത്തം കൊണ്ട് കൊടുത്ത ഭാഗല്ലേ, അവിടെ ഗത കൊണ്ട് 4 ഇടി വെച്ച് കൊടുത്തപ്പോഴേ ദുര്യോധനൻ താഴ്ത്തു വീണുള്ളൂ. ആ താഴ്ത്തു വീണിട്ട് ദുര്യോധനൻ ചില ചോദ്യം ചോദിച്ചു. എടാ കൃഷ്ണ, തനിക്ക് എന്ത് മര്യാദയാണോ ഉള്ളത്? താൻ എന്തെങ്കിലും ഈ യുദ്ധത്തിൽ വേണ്ടതുപോലെ പ്രയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ന്യായം പറയാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം പറഞ്ഞത്രേ, ഇപ്പൊ ഇവിടെ നിൽക്കണ്ട,
ദുര്യോധനൻ പറയണതൊക്കെ ന്യായ, നമുക്ക് സ്ഥലം വിട്ടുകളയാന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഭാരതത്തിൽ നാം കാണുന്ന കൃഷ്ണൻ. അത്യന്തം കൗശലപൂർണനായിരിക്കുന്ന ഒരു കൃഷ്ണൻ, മനസ്സാന്നിധ്യമുള്ള ഒരു കൃഷ്ണൻ, പ്രത്യുത്പന്ന മതിത്വമുള്ള ഒരു കൃഷ്ണൻ. എന്ത് കാര്യം നേടിയെടുക്കാൻ ഉപദേശം മാത്രമല്ല പങ്കാളിത്തവും കൂടി കാഴ്ചവെക്കുന്ന കൃഷ്ണൻ, ഉത്തമ സുഹൃത്തായിരിക്കുന്ന കൃഷ്ണൻ, സുഹൃത്തുക്കളുടെ എല്ലാ നന്മതിന്മകളിലും പങ്കെടുക്കുന്ന കൃഷ്ണൻ. വേണ്ടി വന്നാൽ സുഹൃത്ത് ജയത്തിന് വേണ്ടി പാലിൽ അല്പം വെള്ളം ചേർക്കണമെങ്കിൽ എത്രത്തോളം ചേർക്കാം, എവിടെ ചേർക്കാം എന്നൊക്കെ അറിയുന്ന കൃഷ്ണനാണ് ഈ മഹാഭാരതത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇനിയും പല ഭാഗങ്ങൾ പറയാനുണ്ടാവും. ഒരു പക്ഷേ നമുക്കത് മുഴുവനും പറയാൻ എനിക്ക് അറിയില്ല എന്ന് വെച്ചോളൂ, ഇവിടെ നമുക്ക് സമയമില്ല. ഈ ഭാരതകൃഷ്ണൻ കൊല്ലങ്ങൾ കുറേ കഴിഞ്ഞു. 5100 കൊല്ലം മുൻപാണ് വേദവ്യാസ മഹർഷി ദ്വാപരയുഗത്തിന്റെ അവസാനത്തിൽ മഹാഭാരതം രചിച്ചത്. ആ കൃഷ്ണന്റെ പ്രഭാവവും മഹിമയും എല്ലാം നല്ല പോലെ അറിയാൻ തുടങ്ങി. അദ്ദേഹത്തിന് മനസ്സമാധാനമില്ല, എന്തെങ്കിലും ഒരു പുതിയ സംഹിത എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭാഗവത സംഹിത പാരമഹംസ്യ സംഹിതയായിട്ട് എഴുതാൻ പുറപ്പെട്ടു. ആ ഭാഗവതത്തിൽ കൃഷ്ണചരിത്രം മാത്രമല്ല, 10ാമത്തെ സ്കന്ധത്തിലാണ് ശ്രീകൃഷ്ണൻ അവതരിക്കാൻ പോകുന്നത്. അതുവരെ 9 സ്കന്ധങ്ങളുണ്ട്. അത് പരിപൂർണമായിട്ടും 75% വേദാന്തം, തത്വമൂല്യ സിദ്ധാന്തങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പാരമഹംസ്യ സംഹിതയാണ്. ഇതിഹാസത്തിന്റെ ഉദ്ദേശം കഴിഞ്ഞുപോയ സംഭവങ്ങളെ ആവേശത്തിനും ആദർശത്തിനും ഉത്സാഹത്തിനും മാർഗദർശനത്തിനും വേണ്ടി സ്ഥലം, സംഭവം, വ്യക്തി, പെരുമാറ്റങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് പ്രദർശിപ്പിക്കുന്നതാണെങ്കിൽ ഭാഗവതം എന്ന് പറയുന്ന സംഹിതയുടെ ഉദ്ദേശം ഓൾ ടുഗദർ ഡിഫറെന്റ്. The objective of Srimad Bhagavata creation stands absolutely distinct and different. The author himself gives beautiful expression to what he proposes to achieve through his Srimad Bhagavata narration. തന്റെ ഭാഗവത രചന കൊണ്ട് താൻ ഉദ്ദേശിക്കുന്നത് എന്താ എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് ഉദ്ദേശം? താപത്രയോന്മൂലനം. മനുഷ്യന്റെ മനസ്സിനെ എവിടെ നോക്കിയാലും ബാധിച്ചുകൊണ്ടിരിക്കുന്ന 3 വിധത്തിലുള്ള ദുഃഖങ്ങളുണ്ട്. ആധ്യാത്മികം, ആധിദൈവികം, ആദിഭൗതികം. ഈ താപത്രയ പീഡിതമായിരിക്കുന്ന മനസ്സിനെ അതിൽ നിന്ന് മോചിപ്പിക്കണം. ആ മോചിപ്പിക്കാനുള്ള വഴി എന്താ? വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. മംഗളകരമായിരിക്കുന്ന ഒരു സത്യമുണ്ട്, പരമകല്യാണ നിധിയാണത്. അത് അങ്ങേയറ്റത്തെ അന്തിമ സത്യമാണ്. അതിനെയാണ് അന്തരാത്മ എന്ന് പറയുന്നത്. ഞാൻ എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നതാണ് ഈ ആത്മീയ സത്യം. അതാണ് ഏറ്റവും അടുത്ത്. അതാണ് മനുഷ്യന്റെ സ്വരൂപം, സ്വഭാവം. അതിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതാണ് പരമാത്മാവ്, അതാണ് പരബ്രഹ്മം, അതാണ് ജഗതീശ്വരൻ. ആ സത്യത്തെ ഉദ്ബോധിപ്പിച്ച് ആ സത്യത്തിന്റെ പ്രകാശത്തിലൂടെ, അതിന്റെ മംഗള കിരണങ്ങളിലൂടെ, അതിന്റെ ശാന്തി പ്രസരണത്തിലൂടെ മനുഷ്യന്റെ മനസ്സിനെ പവിത്രമാക്കി മംഗളമൂർത്തിയാക്കി തീർക്കുന്നതാണ് ഉദ്ദേശം. ആ ഉദ്ദേശം നിറവേറാൻ വേണ്ടി വസ്തുതകളെ ഒരു ഭാഗത്ത് കുറച്ച് സങ്കല്പങ്ങളെയും ഭാവനകളെയും കൂടുതലാക്കി അങ്ങനെ പാലും വെള്ളവും കൂടി കലർത്തി എഴുതിയ മാതിരിയുള്ള ഒരു സംഹിത, ഒരു കോമ്പെൻഡിയമാണ് ശ്രീമദ് ഭാഗവതം. ആം ഐ ക്ലിയർ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? അവിടെ മനുഷ്യചരിത്രം എന്ന് പറഞ്ഞിട്ടല്ല എഴുതുന്നത്. ഈ താപത്രയത്തെ നീക്കാൻ വേണ്ടി വേദവ്യാസൻ എവിടെയൊക്കെ തേടി ചെല്ലണമോ ചെന്നു. ഉപരിലോകത്തിൽ സ്വർഗാദി ലോകങ്ങളിൽ ചെന്നു, അതല വിതല സുതനാദി ലോകങ്ങളിൽ ചെന്നു. സർവ്വസ്ഥലത്തും ചെന്ന് പരിശോധിച്ചു നോക്കി എവിടെ എന്തൊക്കെയാണ് സ്ഥിതിഗതികൾ എന്ന് പറഞ്ഞ് വിമാനത്തിലല്ല പോയത് കേട്ടോ. കുടീരത്തിൽ ഇരുന്നു കൊണ്ട്, തൻ്റെ മനസ്സ് എന്ന് പറയുന്ന റിസർച്ച് ലബോറട്ടറിയിൽ ഇരുന്നു കൊണ്ട് പോയി സർവസ്ഥലവും സഞ്ചരിച്ച് അദ്ദേഹം അവസാനം ഇറങ്ങി വരികയാണ് 10ാമത്തെ സ്കന്ധത്തിൽ. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആ ഗൂഢം പരബ്രഹ്മലിംഗത്തെ അവതരിപ്പിച്ചുകൊണ്ട് ദാ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ഗ്രഹിക്കാനും എല്ലാമായിട്ടുള്ള ഒരു സംഗതി ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞു. ആ ശ്രീകൃഷ്ണ ജന്മത്തിന്റെ പൂർവ്വം മുന്നോടിയായിട്ടാണ് ബാക്കിയുള്ള 9 സ്കന്ധങ്ങളിലുള്ള പല വിധത്തിലുള്ള കഥകളും ചരിത്രങ്ങളും സംഭവങ്ങളും പറയുന്നത്. അവിടെ എന്തൊക്കെ വിവരണങ്ങളുണ്ട്? കൈലാസത്തിലുള്ള ശിവനും പാർവതിയും, വൈകുണ്ഠത്തിലുള്ള വൈകുണ്ഠനാഥൻ, ലക്ഷ്മി, ഈ മാതിരിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് മനുഷ്യ ചെയ്തികളും കൂട്ടിക്കലർത്തി അവസാനം പറഞ്ഞുകൊണ്ടുവരുന്നു. ആ ശ്രീകൃഷ്ണൻ ഒരു ജന്മമാണ്. 2 ജന്മമാണ് മനുഷ്യജന്മം. ഒന്ന് രാമന്റെ ജന്മം, ഒന്ന് കൃഷ്ണന്റെ ജന്മം. ശ്രീരാമജന്മം എങ്ങനത്തതാണ്? ഞാനിതിന് നിങ്ങൾ നോക്കിക്കാണാൻ ഇഷ്ടപ്പെടുന്ന വിധം പറഞ്ഞു തരാം. കൗസല്യയ്ക്ക് ഒരു പുത്രിയുണ്ടായി, ശാന്ത. പിന്നീട് ആൺകുഞ്ഞുണ്ടായില്ല.
ഒരു ആൺകുഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കാൻ വേണം ദശരഥന് തോന്നി. ഒരു കല്യാണവും കൂടി കഴിച്ചു സുമിത്ര, പിന്നെ കഴിച്ചു കൈകേയി. 3 രാജ്യമാർക്കും കുട്ടികളുണ്ടായില്ല. വളരെ കാലം കഴിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യമെല്ലാം മനസ്സിന് പ്രതീക്ഷ, പിന്നീട് നിരാശ. ആ നിരാശയും വിട്ട് അവിടുന്ന് അങ്ങട് തീരെ തോറ്റ, നിഷ്ഫലമായി തീർന്ന ഒരു മനസ്ഥിതി, ഒരു ഉദാസീനത, ഒരു പിന്തിരിപ്പ്. അങ്ങനെയുള്ള സമയത്താണ് ദൃശ്യഹസ്തങ്ങൾ നമ്മളെ തോൽപ്പിച്ചു, അല്ലെങ്കിൽ ദൃശ്യഘടകങ്ങൾ നമ്മളെ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, ഈ ദൃശ്യഘടകങ്ങൾ എവിടുന്ന് വന്നുവോ, ആരിതിന് രൂപം കൊടുത്തിട്ടുണ്ടോ ആ ആളെ ആശ്രയിക്കാം. ഒരു മച്ചിയെ പോലും അമ്മയാക്കാൻ അതിന് ശക്തിയുണ്ട്, ശക്തിയുണ്ട്, ശക്തിയുണ്ട്. അതിനെ ഇൻവോക്ക് ചെയ്യുക. What is the methodology to invoke that supreme invisible power? How can we ever do it? അതിനുള്ള ഇലാബറേറ്റ് പ്രോസസ്സസ് ആണ് നമ്മുടെ സെറിമോണിയൽസ് ആൻഡ് റിച്വൽസ്. അശ്വമേധയാഗം നടത്തി, പുത്രകാമേഷ്ടി യാഗം നടത്തി, അങ്ങനെയുണ്ടായ ഒരു കുട്ടിയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മൾക്കൊക്കെ ഇന്ന് കല്യാണം കഴിയും, ചുരുങ്ങിയതൊരു കൊല്ലത്തിനുള്ളിൽ കുട്ടി. എങ്ങനെയാ നേരെയാവുക? വേണ്ടെന്നല്ല പറയുന്നത് കേട്ടോ. സാധാരണ മാംസ ശിശു ഉണ്ടായി എന്ന് വരാം, മനഃശിശു ഉണ്ടാവണം. ഒരു നല്ല കുട്ടി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നോക്കൂ, ആ തപസ് എത്ര കാലം നടന്നു എന്ന്. അതിനുശേഷം ഒരു പുണ്യകർമ്മം അശ്വമേധയാഗം നടത്തി, അതിന്റെ പ്രസാദം കഴിച്ചു, എന്നിട്ടുണ്ടായ കുട്ടി ശ്രീരാമനാവുന്നതിൽ എന്താണ് തെറ്റ്? 3 പേർക്കും കൊടുത്തത് ഒരേ പ്രസാദ, ഒരേ പ്രസാദം 3 പേർക്കും കൊടുത്തു. ദശരഥന്റെ ഇടപാട് അവിടെ ഉണ്ടായിട്ടുമില്ല. അങ്ങനെ ജനിച്ച കുട്ടികള് സമാനരാവൂലേ? അതേമാതിരി നിങ്ങൾക്കും ഉണ്ടാവുകയാണെങ്കിലോ? ഇന്നും ഉണ്ടാവാം ശ്രീരാമൻ, ഉണ്ടാവും, ഉണ്ടാക്കാം. പക്ഷെ നിങ്ങൾ അതിന് വഴി വയ്ക്കുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കല്യാണമൊക്കെ ക്ഷേത്രത്തിൽ നടത്തും. കല്യാണം കഴിഞ്ഞിട്ട് ആ നടത്തിയത് ക്ഷേത്രത്തിലാണെന്ന് പറഞ്ഞ് ആ ഒരു ഭഗവത് സ്മരണയോടുകൂടി ഭഗവത് പ്രകാശം പ്രശോഭിപ്പിക്കുന്നതായ ഒരു സന്താനം ഉണ്ടാവണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൃഹസ്ഥാശ്രമം കൊണ്ടു നടത്തുമെന്ന് എനിക്കറിയില്ല. ഇന്ന് മുതൽ അതിന് പരിശ്രമിക്കും. ആ ശ്രീരാമന്റെ ജന്മത്തെയും അതിശയിപ്പിക്കുന്നതാണ് ശ്രീകൃഷ്ണ ജന്മം. എന്താ അതിന്റെ സവിശേഷത? ആദ്യമേ തന്നെ ദേവകിയെ കല്യാണം കഴിച്ച് വസുദേവന് കൊണ്ടുപോണു. ആ കൊണ്ടുപോകുന്ന സമയത്ത് കംസൻ തന്നെയാണ് തേര് തെളിച്ചത്. പകുതി വഴി എത്തിയപ്പോ പെട്ടെന്നൊരു അശരീരി. എന്താണ് അശരീരി? ദാ നിന്റെ സഹോദരിക്ക് 8ാമത് ജനിക്കാൻ പോകുന്ന കുട്ടി നിന്നെ കൊന്നുകളയും. ആ വാക്ക് കേട്ടതോടുകൂടി വസുദേവന്റെ മനസ്സിൽ നിന്ന് സാഹോദര്യം പമ്പ കടന്നു. തേര് നിർത്തി, വാളെടുത്തു, വെട്ടാൻ പുറപ്പെട്ടു. വസുദേവര് തടുത്തു. ഡോ, തന്റെ സഹോദരിയല്ലേ, ഈ സഹോദരി എന്തിനു കൊല്ലണു? അവൾക്ക് നിന്റെ നേരെ വെറുപ്പില്ലല്ലോ, തനിക്കും അന്ന് സ്നേഹമാണല്ലോ ഉള്ളത്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ജനിക്കുന്ന കുട്ടിയെ തന്നാ പോരെ. അതും 8ാമത്. എന്താ ഈ 1ാമതാവാൻ തെറ്റ്? 8ാമത് ആയിക്കോട്ടെ, എത്ര വേണമെങ്കിൽ നീട്ടിത്തരാം എന്റെ കയറ്. കംസ, നിനക്ക് എന്തെല്ലാം ചെയ്യാൻ തോന്നണോ ഒക്കെ ചെയ്തോളൂ തടുക്കാനായിട്ട്. ഭഗവാൻ തന്നെ ഒരു കാര്യം നിശ്ചയിച്ചിരിക്കുക. ഈ ലോകം ഇടതൂർന്ന് നിൽക്കുന്ന മനുഷ്യ പടലങ്ങളാണ് ഇവിടെ മുഴുവനും. ഇതിന്റെ ഉള്ളിൽ കൂടി ഇപ്പൊ ഈശ്വരൻ ഒരു കാര്യം നടത്തണമെന്നുണ്ടെങ്കിൽ നിറച്ച് നിങ്ങൾ പന്തലിരുന്നോളൂ. അതിന്റെ ഉള്ളിൽ കൂടി ആരും കാണാതെ വന്ന് ഈശ്വരൻ കാര്യം നടത്തും. അല്ലെങ്കിൽ കണ്ടുകൊണ്ട് നടക്കും. നിങ്ങൾ ഈ അമൃത് കൂട്ടിയില്ലേ, മോഹിനി എങ്ങനെയാ അമൃത് കൂട്ടിയെ? തുറന്ന് അവരെല്ലാവരെയും അവിടെ ഇരുത്തി, ഇവരെ ഇവിടെ ഇരുത്തി അയാൾ ഊട്ടി കൊടുത്ത് അവര് മിണ്ടാതെ തുള്ളി അവർക്ക് കിട്ടി. ഞാനത് എഴുതുമ്പോ ചിരിച്ച് ചിരിച്ച്, ഇങ്ങനെയുണ്ടോപ്പ ഒരു കൗശലം. അർത്ഥേഷു അഭിജ്ഞസ്വര. താൻ എന്തുദ്ദേശിച്ചുവോ അത് പൂർണ്ണമായി നിർവഹിക്കാൻ സമർത്ഥമായതാണ് എന്റെ ബുദ്ധി. എങ്ങനെ നേടണമെന്ന് നിങ്ങൾ ആരും പറയണ്ട, വായ മൂടി ഇരുന്നാ മതി, കണ്ട് ആസ്വദിച്ചോളൂ. മോഹിനിയാകണമെങ്കിൽ മോഹിനിയാകും, ഗജേന്ദ്രനെ രക്ഷിക്കാൻ വരണമെങ്കിൽ അതും ചെയ്യും. അവിടെ വന്നു, ആനയെ പിടിച്ച് കരയ്ക്ക് കയറ്റി, എന്നിട്ട് ആ മുതലയുടെ വായ അറുത്തു. 2 കുട്ടികളല്ലേ ഭഗവാന്? മനസ്സിലാവില്ല നിങ്ങൾ? എന്താ മുതല കുട്ടിയല്ലേ? എന്തും ചെയ്യും, മിണ്ടണ്ട, കണ്ടറിഞ്ഞോളൂ ബുദ്ധി ഉണ്ടെങ്കിൽ. ഇതാണ് അവിടെ നടന്നത്. അപ്പോ കംസനത് കേട്ടതോടുകൂടി എന്തൊക്കെയാ ചെയ്തത്? ഓരോ കുട്ടിയെയും പറക്കുമ്പോ കൊന്ന് അവസാനത്തെ കുട്ടി ജനിക്കാൻ വേണ്ടി പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സഹോദരിയെ
കാരാഗൃഹത്തിൽ പാർപ്പിച്ച് വസുദേവരെയും പാർപ്പിച്ച് അവസാനം ചങ്ങലയിട്ടത് ഒക്കെ ചെയ്തോളൂ, 10 ചങ്ങലയിട്ട് കെട്ടിക്കോളൂ, ഒരു കുഴപ്പമില്ല. അപ്പൊ ജനിച്ചത് എപ്പോഴാ? ശരിക്ക് 12 മണിക്ക്. ആ കണ്ണിങ്ങനെ മൂടിപ്പോവല്ലോ. ജനിച്ചിട്ട് തന്റെ രൂപം വെളിപ്പെടുത്തി. എന്താ വെളിപ്പെടുത്താൻ കാരണം? വസുദേവർ ആവശ്യപ്പെട്ടിരുന്നു, എനിക്ക് മകനായിട്ട് ജനിക്കണം എന്ന്. ഓ, മകനായിട്ട് ജനിക്കണം എന്നല്ലേ പറഞ്ഞുള്ളൂ, ജനിച്ചു. വളർത്താൻ കിട്ടണം എന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ വസുദേവര്? മോക്ഷവും കൂടി കൊടുക്കാൻ തയ്യാറായിട്ട് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടിരിക്കെ എനിക്ക് മകനായിട്ട് ജനിക്കണം, ഭഗവാൻ സന്താനമായിട്ട് ജനിക്കണം എന്ന് പറയാൻ ആ മനസ്സിന് എന്തുമാത്രം പവിത്രത, വിശാലത, നിസ്സംഗത, മംഗളമാഹാത്മ്യം, എന്തൊക്കെയോ വേണം. അതൊക്കെ ഉണ്ടായിട്ടല്ല പറഞ്ഞത്. ഓ ശരി, മകനായിട്ട് ജനിച്ചു കളയാം, ജനിച്ചു, ഇനി എന്നെ അമ്പാടിയിലേക്ക് കൊണ്ടുപോകൂ, 1 മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കരുത്. അവിടെ കൊണ്ടുപോയി അവിടെ പശുക്കളുടെ വാലും പൊടികളും എല്ലാമായി, കുളമ്പിന്റെ ശബ്ദവും എല്ലാമായി വളർന്നു. ജനിച്ചത് രാജകീയ പ്രഭാവത്തോടു കൂടിയാണ്. വളർന്നതോ മാട്ടടയന്മാരുടെ കൂട്ടത്തിലും. അങ്ങനെ വളർന്നാലും നിങ്ങൾ രത്നം ചാണത്തിന്റെ ഉള്ളിലിട്ടാലും ആ രത്നത്തിന്റെ പ്രഭ മങ്ങുമോ? എന്താ മിണ്ടാത്തെ? എന്റെ അച്ഛൻ നന്നായില്ല, അമ്മ വളർത്തിയത് നന്നായില്ല, കഞ്ഞി കുടിക്കാൻ കിട്ടിയില്ല എന്ന് ഒറ്റ കുട്ടി പറഞ്ഞു പോകരുത്, പറയരുത്. അച്ഛനമ്മമാർക്ക് ഉള്ളത് തരും, അവരറിയുന്നത് പോലെ വളർത്തും. വളരേണ്ടത് നിങ്ങളാണ്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എല്ലാവരും ശ്വസിക്കുന്ന കാറ്റാണ് നാം ശ്വസിക്കുന്നത്. എല്ലാവരുടെ കയ്യിലുമുള്ള പാഞ്ചഭൗതിക ശരീരമാണ് നമുക്ക്. അതിൻ്റെ ഉള്ളിൽ ദിവ്യമായിരിക്കുന്ന ഒരു അഭൗമമായ മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, അഹങ്കാരമുണ്ട്, അന്തരാത്മാവുണ്ട്. ഏത് മനുഷ്യനാണ് ഇവിടെ മറ്റൊരു മനുഷ്യനേക്കാൾ താഴ്ന്നവൻ? ഒന്ന് പറയാമോ? This is what I want to ask everyone. You have an elemental body just like any other people in this world have. You have a mind which is nature's product. You have also an intelligence. There is an ego. There is the supreme jiva within your body. With all these factors beautifully assembled in your personality, what kind of a complex inferiority that you are cultivating? I can never allow it. Bury it for all. ഒറ്റ ആളും പറയരുത് എനിക്ക് അപകർഷതാബോധമുണ്ടെന്ന്. ബുദ്ധി വന്നു, തൻ്റെ ഇടം വന്നു എന്നുണ്ടെങ്കിൽ സജ്ജനങ്ങളുടെ അടുത്ത് ചെല്ലൂ, ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് വരൂ. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് അപകർഷതാബോധമുണ്ടോന്നാണ്. ഞാൻ പറയുന്നു നിങ്ങൾ എൻ്റെ കുട്ടിയാണെന്ന്, എൻ്റെ ശിഷ്യനാണെന്ന്, എൻ്റെ പുത്രനോ പുത്രിയോ ആണെന്ന്. ഇതിൽ മീതെ നിങ്ങൾക്ക് അപകർഷത നീങ്ങാൻ എന്തു വേണം? അപ്പൊ ശ്രീകൃഷ്ണൻ അവിടെ നിന്ന് അമ്പാടിയിൽ വളർന്നപ്പോ അദ്ദേഹത്തിന്റെ മഹത്വമാണ് വെളിപ്പെടുത്തി കൊണ്ടുവന്നത്. അവിടെ 2 സംഭവങ്ങളാണ് കാര്യമായി നടന്നത്. ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഗോപസ്ത്രീകളോട് കൂടി കളിക്കുക. ഈ ഗോപസ്ത്രീകൾ ആരാ? ഗോപസ്ത്രീകളെ പറ്റി പലർക്കും അറിയില്ല. ഈ ഭാഗവതം എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ടല്ലോ, വളരെ വളരെ വിശേഷപ്പെട്ടതാണ് ആ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു എന്താണ് ഈ ഗോപസ്ത്രീകളും ഇവരുടെ സമ്പ്രദായവുമെല്ലാം. 10-ാം സ്കന്ധത്തിൽ 47-ാം അധ്യായത്തിൽ 59-ാമത്തെ ശ്ലോകമാണ്. ക്വേമാ സ്ത്രിയോ വനചരീർ വ്യഭിചാരദുഷ്ടാഃ കൃഷ്ണേ ക്വചൈഷ പരമാത്മനിരൂഢഭാവഃ നന്വീശരോനുഭജതോ അവിദുഷോ അവിസാക്ഷാത് ശ്രേയസ്തനോത്യഗതരാജ ഇവോപയുക്തഃ. ഇവരുടെ വംശം, ഇവരുടെ സമ്പ്രദായം അത്ര വലിയൊന്നൊന്നുമല്ല. കൂടുതൽ ഞാൻ വിവരിക്കണില്ല. വ്യഭിചാരദുഷ്ടാഹ പോരെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ അർത്ഥം? They are a community which by its very nature and tradition does not have much of morality, ethics, chastity and the like. അങ്ങനെ ഒരു കുടുംബമാണ് അവരുടെ വംശമാണ്. ഇന്നും അങ്ങനെയുള്ള പോക്കറ്റ്സ് നമ്മുടെ ഇടയിൽ കാണാം. അങ്ങനെയുള്ളവരുടെ ഇടയിൽ ചെന്ന് പറഞ്ഞു, കൃഷ്ണൻ ചെറുപ്പമായിരുന്നു, ഇവർക്ക് പ്രായപൂർത്തി ഉണ്ടായിരുന്നു. കൃഷ്ണൻ ഒരു മനക്ഷോഭവും ഇല്ല, അവർക്ക് ഇത്തിരി ക്ഷോഭം ഉണ്ടായി. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്തു? ഭംഗിയായിട്ട് അത് ഹാൻഡിൽ ചെയ്ത് അവരെ സമാധാനിപ്പിച്ച് എന്നേക്കുമായി അദ്ദേഹം സ്ഥലം മാറിപ്പോയി. പിന്നെ അവിടെ വന്നിട്ടേ ഇല്ല, മധുര വിട്ടുപോയി. ആദ്യം ജനിച്ചത് മധുരയില്, വിട്ടത് അമ്പാടിക്ക്, പിന്നെ അമ്പാടി വിട്ട് മധുരയില്, മധുരയും വിട്ട് സമുദ്രത്തിൽ പാലസ് കെട്ടിയിട്ടാണ് താമസിച്ചത്. അവസാനം അതും ഇപ്പൊ ബാക്കിയില്ല, ഒന്നുമില്ല, ഒക്കെ വിട്ടുപോവാ ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടരോട് കൂടി കുറച്ചൊക്കെ ഈ രാസലീല എന്ന് പറയുന്നത് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ശ്രീകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അംഗോപാംഗങ്ങളോട് ബന്ധപ്പെട്ട ഒന്നായിരുന്നില്ല. കൂടുതൽ നിങ്ങൾ ചിന്തിച്ചോളൂ. അതേസമയം ഈ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? വിപ്രപത്നികൾ എല്ലാവരും കൂടി അടുത്ത് വന്നപ്പോ, കേൾക്കുന്നുണ്ടോ നിങ്ങള്?
ന പ്രീതയേനുരാഗായ ഹ്യംഗസംഗോ നൃണാമിഹ തന്മനോമയി യുഞ്ജാന അജിരാൻ മാം അവാപ്സ്യഥ. നിങ്ങൾ വിപ്രപത്നികളാണ്, അടക്കത്തോടും ചിട്ടയോടും സംസ്കാരത്തോടും കൂടി ജീവിക്കേണ്ടവരാണ്. നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കൂടെ ഇരുന്നോളൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഗോപികമാരമായത് പെരുമാറരുത്. അംഗസംഗം ആവശ്യമില്ല ഭക്തിക്കും സ്നേഹത്തിനും അത് വർദ്ധിക്കാനും. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോവൂ, ഭർത്താക്കന്മാരോട് കൂടിയിരിക്കൂ, എന്നെ മനസ്സാ വിചാരിച്ചോളൂ, നിങ്ങൾക്കുള്ള സാഫല്യം ഗോപസ്ത്രീകൾക്ക് കിട്ടിയതിനേക്കാൾ ഏറെ കിട്ടും എന്ന് പറഞ്ഞ് അയച്ചു. ഇത്യുക്താ മുനിപത്ന്യസ്താഃ യജ്ഞവാടം പുനർഗതാഃ തേ ചാനസൂയവസ്വാഭിഃ സ്ത്രീഭിഃ സത്രമവാരയൻ. ഭർത്താക്കന്മാരുടെ കൂടെ യാഗയജ്ഞങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടാണ് അദ്ദേഹം കഴിഞ്ഞുകൂടിയത്. ഇതൊരു സംഭവം. പിന്നെ ഒരു സംഭവം എന്താ? ഇന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അവർക്ക്. ആ രീതി ശരിയല്ല എന്ന് പറഞ്ഞ് വിപ്ലവാത്മകമായ ഒരു തീരുമാനമെടുത്ത് ഈ കൊല്ലം ഇന്ദ്രനെ പൂജിക്കില്ല. ഇത് പൊന്നുണ്ണികൃഷ്ണനാണ് പറയണത്. ആദ്യം പറഞ്ഞപ്പോൾ നിസ്സാരാണെന്ന് വിചാരിച്ചു. എന്നാ ഈ കൃഷ്ണൻ പറഞ്ഞത് മാറ്റില്ലല്ലോ. പിടിച്ച വലിയ പിടിവാശിയാണ്. ആ പിടിവാശി കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ദ്രൻ പ്രകോപിച്ചാലോ, അത് ഞാൻ നോക്കിക്കൊള്ളാമെന്നായി. എന്താ ഈ പൂജ? എല്ലാ പൂജയിലും ആരാധനയിലും ആരാധ്യനാണോ മേലെ, അതോ ആരാധിക്കുന്ന മനസ്സോ? സർവദേവ നമസ്കാര കേശവം പ്രതിഗച്ഛതി. എല്ലാ നമസ്കാരവും ചെന്നണയുന്നത് ഒറ്റ സാന്നിധ്യത്തിലാണ്. അപ്പൊ ആ സാന്നിധ്യമാണോ ഇവിടെ പ്രധാനം, അതോ ആരാധിക്കുന്നവനോ? അപ്പൊ നാം ഇന്ദ്രനെ പൂജിച്ചോ, അല്ല ഗോവർദ്ധനത്തെ തന്നെ പൂജിച്ചുവോ, യമുന നദിയെ പൂജിച്ചുവോ? പൂജിക്കണം എന്നതാണ് അവിടെ പ്രധാനം. ആ പൂജിക്കുന്ന ആരാധകൻ താൻ വിനയനാണ്, വിനീതനാണ്, വിനയശീലാന്വിതനാണ്, ഭക്തിയുണ്ട്, പ്രപഞ്ച ശക്തികളോടും പ്രപഞ്ചാതീത ശക്തികളോടും കൂറുണ്ട്. ഇതൊക്കെ ഉണ്ടാവേണ്ടത് അപ്പുറത്തോ ഇപ്പുറത്തോ? എന്താ ഉണ്ടാത്തേ? ഈ ഗുണവിശേഷങ്ങൾ ഉണ്ടാവേണ്ടത് ഇതിനാണോ അതോ എനിക്കോ? എന്താ മിണ്ടാത്തേ? ആരാധന നടത്തി ഉണ്ടാവേണ്ട മാറ്റം ആരാധകനിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആരാധന ശരിയായാൽ മതി. ഈ ഗോവർദ്ധനവും ഈ യമുനാ നദിയുമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യണത്. അതുകൊണ്ട് ഇക്കൊല്ലത്തെ പൂജ അവർക്ക് എന്ന് പറഞ്ഞു. അപ്പോ ഭാഗവതം പഠിപ്പിക്കുകയാണ്, വൈദിക ശാസ്ത്രമാണല്ലോ. അപ്പൊ ഇന്ദ്രൻ മഴ പെയ്യിപ്പിക്കാൻ പുറപ്പെട്ടപ്പോ ചെറുവിരലുകൊണ്ട് അത് പൊക്കി നിർത്തി ഇന്ദ്രൻ ഇളിഭ്യനായി. അപ്പൊ ശരിയായിട്ടുള്ള ബോധത്തോടു കൂടി നാം ഒരു പുഷ്പം എവിടെ കൊണ്ടുവച്ചാലും അതിൽ പരമേശ്വരൻ തൃപ്തനാണ്. അത് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്തോളണം, ഇന്ന സ്ഥലത്താകണം എന്നൊക്കെ പറയാൻ അത് ആവശ്യമില്ല. നമ്മൾ ഭൂമിയിൽ പൂജ ചെയ്താലും, കാറ്റിൽ പൂജ ചെയ്താലും, വെള്ളത്തിൽ പൂജ ചെയ്താലും എല്ലാം പഞ്ചഭൂതങ്ങളിൽ പെട്ടതാണ്. നാം അധിവസിക്കുന്നത് ഭൂമി ആയതുകൊണ്ട് ഭൂസ്പർശമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഭൂസ്പർശത്തെക്കാൾ മുഖ്യമാണ് വായുസ്പർശം. അങ്ങനെ രണ്ട് സംഗതി നടത്തി. ചെറുപ്പത്തിൽ തന്നെ കംസൻ വിളിച്ചു. പോരിന് വിളിച്ചപ്പോ യാതൊരു കൂസലമില്ലാതെ ചെറിയ കുട്ടി അച്ഛനമ്മമാർ കിടിലം കൊണ്ടിരിക്കെ അവിടെ ചെന്നു. കുബലയാപീഠത്തിന് നേരിട്ടു. ആ കൊമ്പും കൊണ്ട് ചെന്ന് മല്ലചാണൂരന്മാരെ നേരിട്ടു. അവസാനം കംസനെയും കൊന്നു. ഉഗ്രസേനൻ രാജാവാക്കി വാഴിച്ചു. അധികം താമസിക്കാതെ ജരാസന്ധനെ പേടിച്ചാണെന്ന് പറയാം. സമുദ്രത്തിൽ തന്നെ ആയിക്കളയാം ഒരു പാലസ് കെട്ടി വാഴാമെന്ന്. ഇന്നത്തെ കാലത്ത് അമേരിക്കയിൽ ചെന്നപ്പോ കുറെ ബോട്ടൊക്കെ അവിടെ പുഴയിലുള്ളൂ. ഒരു പാലസ് അവർക്ക് കെട്ടാൻ സാധിച്ചിട്ടില്ല സമുദ്രത്തിന്റെ ഉള്ളിൽ. ഇപ്പൊ ശ്രീകൃഷ്ണൻ അതും ചെയ്തു. എന്നിട്ട് അവിടെ താമസിച്ചു. അതാണ് ശ്രീകൃഷ്ണൻ ചെയ്തത്. ഒരു സ്ഥലത്തും സ്ഥായിയായി ഇരുന്നിട്ടില്ല. അതൊക്കെ കഴിഞ്ഞു. എന്നിട്ടോ കൃഷ്ണൻ കല്യാണം കഴിച്ചത് എത്ര പേരെയാ? എന്റെ അഭിപ്രായത്തിൽ ഒരൊറ്റ ആളെ കല്യാണം കഴിച്ചില്ല. പക്ഷെ ആദ്യമായിട്ട് 8 കന്യകമാർ ശ്രീകൃഷ്ണനെ വരിച്ചു എന്ന് പറയാം. ആദ്യമായി പ്രേമക്കത്ത് അയച്ചു കൊടുത്തത് ആരാ? രുക്മിണി. എന്നെ വന്ന് കട്ടോണ്ട് പോണമെന്ന് പറഞ്ഞു. ആയിക്കളയാൻ എന്താ വിരോധം? കക്കാനും ഞാൻ തയ്യാറാ. പക്ഷെ ആ കളവ് ശരിയായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിനക്ക് എന്താ എന്നോടുള്ള അടുപ്പം? ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം മേ. അങ്ങയുടെ ആ സുന്ദര ഗുണങ്ങൾ, സൗശീല്യാദി മഹിമകൾ നാരദ മഹർഷി പറഞ്ഞു കേട്ടപ്പോൾ മുതൽക്ക് എന്നെ അറിയാതെ എൻ്റെ മനസ്സിൽ ഒരാശയും ഒരു താതാത്മ്യവും ജനിച്ചു. അതല്ലേ നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. വാസ്തവത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും താൻ രുക്മിണിയാണെന്നൊരു തോന്നലുണ്ടോ? തോന്നിയേ തീരൂ. കൃഷ്ണന്റെ ഗുണഗണങ്ങൾ കേട്ട രുക്മിണിയുടെ മനസ്സിൽ തോന്നിയത് മാതിരി നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് സങ്കട. ശരി, ഞാൻ വരാമെന്ന് പറഞ്ഞു.
അപ്പൊ അദ്ദേഹം കല്യാണം കഴിച്ചതാണോ അതോ അങ്ങോട്ട് വലിച്ചു കയറി വന്നതോ? എന്താ മിണ്ടാത്തെ? വലിച്ചു കയറി വന്നതാണ്. ബാക്കി 7 കന്യകമാരെയും സമ്മാനമായി ഓരോ തരത്തിൽ കൊടുത്തതാ. ഒന്നിലോ തങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് തോന്നി ജാമ്പവാനെ പോലെ, അല്ലെങ്കിൽ സത്യഭാമ, ബാക്കിയുള്ളവരൊക്കെ കൊടുത്തതാണ്. അങ്ങനെ 7 പേരെ വിവാഹം കഴിച്ചു. എന്നാൽ ഈ ശ്രീകൃഷ്ണന് 16,008 പത്നിമാരുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. 16,008 പത്നിമാരെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതെന്താ സംഗതി? എവിടുന്നാ ഈ 16,008 ഉണ്ടായത് എന്ന് ആലോചിച്ചാൽ, നരകാസുരൻ കുറെ ആൾക്കാരെ കൊണ്ടുപോയി താമസിപ്പിച്ചിരുന്നു. എവിടെ? കാരാഗൃഹത്തിൽ. ആ നരകാസുരനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചപ്പോ ആ സ്ത്രീകളെല്ലാം അവിടുന്ന് സ്വതന്ത്രകളായി. ആ സ്വതന്ത്രരായ സ്ത്രീകൾ എല്ലാവരും കൂടി പറഞ്ഞതാണ് എന്ത്? തം പ്രവിഷ്ടം സ്ത്രീയോ വീക്ഷ്യ നരവീരം വിമോഹിതാഃ മനസാ വവ്രിരേ അഭീഷ്ടം പതിം ദൈവോപസാദിതം ഭൂയാത് പതിരയം മഹ്യം ധാതാ തദനുമോദതാം ഇത് സർവാഃ പൃഥക് കൃഷ്ണേ ഭാവേന ഹൃദയം ദധുഃ. ആ 16,000 സ്ത്രീകളും ഒരുപോലെ ശ്രീകൃഷ്ണൻ തന്നെ വേണം ഞങ്ങളുടെ ഭർത്താവ് എന്ന് പറഞ്ഞു. അത്രേ. അത് പറഞ്ഞാൽ സ്വീകരിക്കണം എന്നുണ്ടോ? എന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കാത്ത? സ്വീകരിക്കണം എന്നുണ്ട്. ക്ഷത്രിയന്മാർക്ക് വിധിച്ചിട്ടുള്ള കോഡ് എന്താണെന്ന് വെച്ചാൽ, എല്ലാ കാലത്തും ഭാരതത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരുന്നു, രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം. അപ്പൊ ആ യുദ്ധത്തിലൊക്കെ മരിക്കുന്നത് ക്ഷത്രിയ പുരുഷന്മാരാണ്. സ്ത്രീകൾ ഒരുപടി ബാക്കി വരും. അപ്പൊ ക്ഷത്രിയന്മാർക്കുള്ള കോഡ് മാത്രം ഏകപത്നി വ്രതമല്ല. ഏത് ക്ഷത്രിയ സ്ത്രീ, ക്ഷത്രിയ കന്യക വന്ന് ക്ഷത്രിയ പുരുഷനോട് എനിക്ക് അങ്ങയുടെ കൈ വേണമെന്ന് പറഞ്ഞാൽ അതിനെ അനുവദിച്ചോളണം എന്നാണ് ക്ഷത്രിയ നിയമം. ആ നിയമത്തിനനുസരിച്ച് താൻ ഒരു സ്ഥലത്തും പോയി ഒരാളെയും ആവശ്യപ്പെടാതെ എല്ലാവരും തൻ്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വീകരിച്ചതേ ഉള്ളൂ. ഇനി ഇത് സ്വീകരിക്കാനുള്ള ശാരീരിക ശക്തിയോ ബാഹ്യശക്തികളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അദ്ദേഹം വിവാഹം കഴിച്ചത് ഇങ്ങനെയാണ്. അഥോ മുഹൂർത്ത ഏകസ്മിൻ നാനാകാരേഷു താ സ്ത്രീയഃ യഥോപയേമേ ഭഗവാൻ താവദ്രൂപധരോ വ്യയഃ. ഒരേ സമയത്ത് 16,000 മാളികകൾ ഉണ്ടാക്കി, ഒരേ മുഹൂർത്തത്തിൽ 16,000 കൃഷ്ണനായി നിന്ന് 16,000 പേർക്കും താലി കെട്ടാനും മാലയിടിക്കാനുമുള്ള സൗകര്യം ഉണ്ടാക്കി. അപ്പൊ ഇവിടെ എത്ര കൃഷ്ണനാ വിവാഹം കഴിച്ച? 1 16,000? പിന്നെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കണം. ഉപക്രമം, ഉപസംഹാരം, അർത്ഥവാദം, ഉപപത്തി, ആവർത്തി, അപൂർവത എന്ന് പറഞ്ഞിട്ടുള്ള 6 ലക്ഷണങ്ങൾ ഉള്ളതാണ് ശാസ്ത്രങ്ങൾ. ആ 6 ലക്ഷണങ്ങളിൽ നാം പറയാൻ പോയിരുന്ന വിഷയം എല്ലാവരും ഇമ്പത്തോടു കൂടി കേൾക്കണം, കമ്പത്തോടു കൂടി കേൾക്കണം എന്നുണ്ടെങ്കിൽ അതിന് പുകഴ്ത്തി പറയണം. ഒരു പക്ഷേ ഒരു കൃഷ്ണൻ ഒരു ഭാര്യ ആയിരിക്കാം. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ നമ്മൾ ആരാധിക്കുന്ന കൃഷ്ണൻ 16,000. നാരദന്റെ മനസ്സിലൊരു വിഷമം തോന്നിയത്രേ, അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ. ഇത്രയധികം വലിയൊരു ഗൃഹസ്ഥാശ്രമം ഈ കൃഷ്ണൻ എങ്ങനെ നടത്തുന്നു എന്നറിയാൻ വേണ്ടി ഒരു ദിവസം വീണിയും മുനിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നു. എവിടെ ചെന്ന് നോക്കിയാലും അവിടെ ഒരു കൃഷ്ണനുണ്ട്. അപ്പൊ ഇതിലെന്താ വിരോധം? ഈ 16,000 പേരെ വിവാഹം കഴിച്ചില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അവർ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു, വിവാഹം കഴിച്ചു. ഇതിനെ പറ്റിയിട്ടുള്ള പരാമർശങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഈ വിവാഹമൊക്കെ കഴിച്ചാലും കൃഷ്ണന്റെ ശരിയായിട്ടുള്ള വ്യക്തിത്വം എങ്ങനത്തതാ? ഏകദേശം 12 മണിയാറാവാൻ ഞാൻ ഇനിയുള്ള ചില കാര്യങ്ങൾ പറയണം വിചാരിക്കുന്നു. ഒരു പക്ഷേ 10-15 മിനിറ്റ് സമയം എടുക്കാം. എന്ത് പറയുന്നു സംഘാടകന്മാർ? എന്ത് പറയുന്നു നമ്മുടെ ശ്രോതാക്കൾ? എന്ത് പറയുന്നു? പറയണോ? അവസാനിപ്പിക്കട്ടെ. 3-ാമത്തെ സ്കന്ധത്തിൽ മൈത്രേയ സംവാദത്തിൽ കൃഷ്ണനെ പറ്റി ആദ്യമായിട്ട് പറയുകയാണ്. കർമാണ്യനീഹസ്യ ഭവോ ഭവസ്യതേ ദുർഗാശ്രയോ അധാരിഭയാത് പലായനം കാലാത്മനശ്ചതേ പ്രമദായുധാശ്രയഃ സ്വാത്മന്യതേഃ ഖിദ്യതി ധീർവിദാമിഹ. ഈ കൃഷ്ണജന്മം എന്ന് പറഞ്ഞാൽ ഇത് പിടിപെടാത്തതാണ്. മനുഷ്യബുദ്ധിക്ക് ഒരു സമസ്യയായിട്ടാണ് അത് ശോഭിക്കുന്നത്. എല്ലാവരെയും അലട്ടുന്നതാണ്. ഒരു വിധത്തിലുള്ള ആഗ്രഹം, നാനവാപ്തമവാപ്തവ്യം, എനിക്ക് കിട്ടാനോ കൊടുക്കാനോ ഒന്നുമില്ല, ഒരു തുരുമ്പിൽ പോലും എനിക്ക് ആശയില്ല എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അങ്ങനെ ആശയില്ലാത്ത ഒരാൾക്ക് കർമാണി, പല വിധത്തിലുള്ള ധീര ഘോര ശ്ലാഘനീയമായിരിക്കുന്ന കർമ്മങ്ങൾ എങ്ങനെ അദ്ദേഹം ചെയ്യുന്നു ആശയില്ലാതെ? ഭവോ ഭവസ്യതേ,
സ്വതവേ സംസാരിയല്ലാത്ത ഒരാള് 16,008 സ്ത്രീകളും അതിൽ കുട്ടികളും പേരക്കിടാങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ സമുദ്രത്തിൽ പാലസ് കെട്ടി വാഴണു. ഇത് എളുപ്പമാണോ? ദുർഗാശ്രയോ അധാരിഭയാത് പലായനം. കാലന് പോലും ആത്മാവായിരിക്കുന്ന അദ്ദേഹം എന്തു ചെയ്യണു? ജരാസന്ധനെ പേടിച്ച് മധുര വിട്ട് സമുദ്രത്തിലാണ് ഒളിച്ചിരിക്കുന്നു. കാലാത്മനശ്ചതേ പ്രമദായുധാശ്രയ. 16,008 സ്ത്രീകൾ കൂടെയുണ്ട്. ഇങ്ങനെയുള്ള ഒരു കൃഷ്ണനെ കുറിച്ച് ആലോചിച്ച് നോക്കി. ആത്മരഥനായിരിക്കുന്ന കൃഷ്ണൻ ഇങ്ങനെയൊക്കെ ബാഹ്യമായിട്ട് കാണുമ്പോൾ ആലോചിച്ച് ബുദ്ധിയുള്ളവരുടെ ബുദ്ധി പോലും ചെതറിപ്പോണു, വിഷമിക്കണമെന്ന്. ഇതാണ് കൃഷ്ണജന്മത്തിന്റെ വൈഭവം. ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ആത്മജ്ഞാനവും ജന്മസാഫല്യവും ജീവൻ മുക്തിയും കിട്ടും. എന്താണ് ഈ ജീവൻ മുക്തി? ദ്വൈതാദ്വൈത വിവർജിതേ സമരസേ മൗനം പരം സമ്മതം. ഉഭയാതീതമായിരിക്കുന്ന ഒരു നിലയാണ്. അങ്ങനെ അവിടെ വളർന്നു വന്നു. ഇനി കൃഷ്ണനെ പറ്റി അറിയാൻ പ്രധാനപ്പെട്ട ഒരു ഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ടത്, രുക്മിണിയുമായി ഒരു ദിവസം ഏകാന്തത്തിൽ അദ്ദേഹം സല്ലപിക്കുന്നു. ആ സല്ലപിക്കുന്ന സമയത്ത് കൃഷ്ണൻ പറയുന്ന ചില വാക്കുകളുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? രുക്മിണി, നീ വലിയ ഒരു തെറ്റ് ചെയ്തു. എന്താണ് തെറ്റ്? എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? ശിശുപാലൻ എത്ര യോഗ്യനായിരുന്നു. നിനക്കറിയില്ലേ ഞാൻ അമ്പാടിയിലാണ് വളർന്നതെന്ന്? പെറ്റയിടത്ത് ജീവിക്കാൻ പറ്റിയില്ല. അന്ന് മുതൽക്ക് കഷ്ടപ്പാട് തന്നെ. വേറെ ഒന്നും കിട്ടാത്തത് കൊണ്ടല്ലേ ഞാൻ ഈ വെണ്ണ കട്ടു തിന്നത്. എൻ്റെ കുടുംബത്ത് വേണ്ടത്തോളം വെണ്ണ ഉണ്ടെങ്കിൽ വല്ലോരോ സ്ഥലത്തും ചെന്ന് ഞാൻ കക്കുവോ? ഇങ്ങനെ കൊള്ളാത്തൊരു കുട്ടിയെ കല്യാണം കഴിച്ചത് എന്തിനാ? ശിശുപാലനെ കല്യാണം കഴിക്കാമായിരുന്നില്ലേ എന്ന് പറഞ്ഞ് കൃഷ്ണൻ സ്വയം തൻ്റെ നിലപാട് വിവരിക്കുന്നുണ്ട്. എന്താ വിവരിക്കണേ? നിഷ്കിഞ്ചന വയം നൂനം നിഷ്കിഞ്ചന ജനപ്രിയാഃ തസ്മാത് പ്രായേണ നഹ്യാഢ്യ മാം ഭജന്തി സുമധ്യമേ. ഞാനോ നിഷ്കിഞ്ചനാണ്. ഒരു തുരുമ്പ് പോലും എൻ്റെ അല്ല. എൻ്റെ ശരീരം പോലും എൻ്റെ അല്ല. അതാണ് ഞാൻ എല്ലാം വിട്ടു പോണതും പോകാൻ പോകുന്നതും. നടത്താൻ പോണത് എന്താ? എൻ്റെ കുടുംബത്തെ പോലും നശിപ്പിച്ചിട്ടാണ് ഞാൻ പോകാൻ പോണത്. ഇങ്ങനെ ഒരാളെ കല്യാണം കഴിക്കണോ? നിഷ്കിഞ്ചന ജനപ്രിയാഃ. ഒന്നുമില്ലാത്ത ദരിദ്രകേസരിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കേ ഞങ്ങളെ പിടിക്കുള്ളൂ. നിന്നെ പോലെയുള്ള ആഢ്യന്മാര് ആരും എൻ്റെ കൂടെ വരാറില്ല. നീ എന്തിനാ കല്യാണം കഴിച്ചത്? ഇനി ഭർത്താവോട് കൂടി വാഴുമ്പോൾ സ്ത്രീകൾ ഉദ്ദേശിക്കുന്നത് എന്താ? സന്താനം ഉണ്ടാവണം, സൗഭാഗ്യമുണ്ടാവണം, സമ്പത്ത് വേണം, രാജധാനി വേണം എന്നൊക്കെയല്ലേ വിചാരിക്കുന്നത്. ഉദാസീനാവയം നൂനം നസ്ത്യപത്യാർത്ഥ കാമുകാഃ ആത്മലഭ്യാസ്മഹേ പൂർണാഃ ഗേഹയോർജ്യോതിരക്രിയാഃ. ശ്രീകൃഷ്ണന്റെ സ്വഭാവവും സ്വരൂപവും വിവരിക്കുകയാണ്. ഉദാസീനന്മാരാണ് ഞങ്ങളെപ്പോലെയുള്ളവര്. ഒന്നിലും കടന്നു കയറി മനസ്സ് പറ്റില്ല. നസ്ത്യപത്യാർത്ഥ കാമുകാഃ. സ്ത്രീയിലോ അപത്യം സന്താനത്തിലോ അർത്ഥം സമ്പത്തിലോ ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്താ അങ്ങനെ? അതുകൊണ്ട് ഈ സുഖമൊക്കെ നഷ്ടപ്പെടുകയാണോ? അല്ല. ആത്മലഭ്യാസ്മഹേ പൂർണാഃ. ആത്മലാഭം കൊണ്ട് ആപ്തകാമത്വം കൊണ്ട് പൂർണ്ണരായിരിക്കുന്നവരാണ് ഞങ്ങള്. ഗേഹയോർ ജ്യോതിരക്രിയാഃ. ഈ ഗൃഹത്തിൽ കത്തിച്ചു വെച്ച വിളക്ക് എങ്ങനെയാ? ഒന്നിലും ഇടപെടില്ല. എല്ലാവരെ കൊണ്ട് ഇടപെടിയിക്കേ അങ്ങനെയുള്ള ഒരു നിലയാണെന്ന് പറഞ്ഞു. രുക്മിണി ആകെ തളർന്നു. ഒരുപക്ഷെ ഈ കഥയൊക്കെ നിങ്ങളോട് പറയാൻ ഇവിടെ പ്രവക്താക്കൾ വരുന്നുണ്ട്. ആ തളർന്നൊക്കെ പോട്ടെ. ഇതാണ് കൃഷ്ണന്റെ സമ്പ്രദായം. ഇതൊക്കെ കഴിഞ്ഞ് അവസാനം 120 പോയി 125 വയസ്സ് വരെ ജീവിച്ചു കൃഷ്ണൻ. നിങ്ങളൊക്കെയോ? 60-നപ്പുറം പിറുപിറുപ്പ്. 60 ആയാൽ തുടങ്ങി പിറുപിറുപ്പ്. ഇത് 60 അല്ല, 120 പൂർണ്ണമായിട്ടുള്ള ആയസ്. അത് കഴിഞ്ഞ് 5 കൊല്ലവും കൂടി ജീവിച്ചു. ഒരു കുലുക്കല്യ. ഇനി 125 1250 ആയാലും വിരോധമില്ല. അപ്പൊ ഉപരിലോകവാസികളൊക്കെ താളം തെറ്റി. ഇതെന്താ അത്? ഇദ്ദേഹം അത്യാവശ്യം ചില കാര്യങ്ങൾ നടത്താനാണ് അവിടെ പോയത്. അതിൽ 120 വയസ്സ് വരെ സാധാരണ ആരും ഇരിക്കാറില്ല. കൃഷ്ണൻ ഇരുന്നു. 5 കൂടി കൂട്ടി. എന്നിട്ട് ഒരു ചൂടലും ഇല്ല. ഒക്കെ മരണമായില്ല. നമുക്ക് നേരിട്ട് പോവാന്ന് വിചാരിച്ച് ബ്രഹ്മാവ് ഒരു മെമ്മറാൻഡവും കൊണ്ട് ഒരു നിവേദനവും കൊണ്ട് അവിടെ പോയി. ദ്വാരകയിൽ ചെന്ന് കണ്ട് സംസാരിച്ചു. മഹാപ്രഭോ, മഹാപ്രഭോ, അങ്ങ് മറക്കരുതേ ഞങ്ങളെ. അങ്ങയുടെ അവതരണം എന്തിനു വേണ്ടിയിട്ടാണോ അതൊക്കെ നടത്തി കഴിഞ്ഞു. ഇനി ഇവിടെ ഇരിക്കരുതേ. അങ്ങയുടെ സീറ്റ് അവിടെ ഇപ്പോഴും ഖാലിയാണ്. അതിലിരിക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അനാഥത്വം തീർത്തു തരണം, വരണം എന്ന് പറഞ്ഞു അത്രേ. ആ ബ്രഹ്മാവിനോട് പറഞ്ഞു,
തച്ചികീർഷിതമേവമേ. ഞാനും ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ബ്രഹ്മാവേ. ഞാൻ വന്ന കാര്യങ്ങളൊക്കെ നടന്നു, എല്ലാം നന്നായി. പക്ഷേ ആ നന്മയുടെ കൂട്ടത്തിൽ ഒരു തിന്മ. സർവാരംഭാഹി ദോഷേന ധൂമേനാഗ്നിരിവാവൃത. എല്ലാ നല്ല പ്രവൃത്തിയിലും ഒരു തൽപ്പല്ല. ഈ സത്രത്തിലും ഉണ്ടാവും ചിലപ്പോൾ, പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ ചിലർ. എന്താ അത്? ഈ വൃഷ്ടികുലം എന്ന് പറയുന്നത് ഒറ്റ ആളും അറിയപ്പെടാതെ ഊരും പേരും വിലാസവും ഇല്ലാതെ ഇരുന്നതാണ്. അതിൽ എൻ്റെ ജന്മം കൊണ്ടും എൻ്റെ വിശേഷ പ്രവർത്തനങ്ങൾ കൊണ്ടും അവർ പ്രസിദ്ധരായി, ഖ്യാതി സമ്പാദിച്ചു, കെങ്കേമമായി. ആ കെങ്കേമത്തിൻ്റെ പേരിൽ അവർക്ക് എല്ലാവർക്കും ഒരു പ്രൗഢി, ഒരു അഹങ്കാരം വന്നിട്ടുണ്ട്. ഞങ്ങളോ കൃഷ്ണവംശീയർ, ഞങ്ങളോ കൃഷ്ണ പരമാത്മാവിന്റെ നേരെ അടുത്തുള്ളവരാ. തൊട്ട് പോകരുത് കേട്ടോ, തുറച്ചു നോക്കണമെങ്കിൽ ആലോചിക്കണം എന്നാ പറയണവര്. ഞാൻ ഉള്ളപ്പോ അവര് നിയന്ത്രിച്ചു കൊണ്ടുപോവാം, ഞാൻ ഇല്ലാതെയായാലോ കരകവിഞ്ഞൊഴുകുന്ന സമുദ്രം പോലെ സമാജത്തിന് മുഴുവൻ അവർ നശിപ്പിക്കും. അതുകൊണ്ട് എന്തു വേണം? ഞാൻ അവരെ നശിപ്പിച്ചു കളയാം. കൂട്ടത്തിൽ ആ നാശത്തിന് ഞാനും അവരുടെ വംശീയനായി ഞാനും വിധേയനാകാം. അങ്ങനെ എല്ലാം മുടിച്ച് ഞാൻ മടങ്ങി വന്നോളാം. കേട്ടിട്ടുണ്ടോ? നിങ്ങളെ കൊണ്ടാകുമോ? കെട്ടിയുണ്ടാക്ക വീടും കുട്ടികളും ഒക്കെ തകർന്നു സാധിക്കോ? അതാണ് കൃഷ്ണജന്മത്തിന്റെ മഹിമ. ഇങ്ങനെ ഒന്ന് ഉണ്ട് എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. ആ ആദർശം ചിത്രീകരിക്കുമ്പോൾ അതിൽ വെള്ളം ചേർക്കണ്ട. പരിപൂർണമായിരിക്കുന്ന നിസ്സംഗം, ആ നിസ്സംഗത്വം നമുക്കാണത്. അത് പശുവിനും കൊതുവിനും ആടിനും എരുമയ്ക്കും പോത്തിനുമുള്ളതല്ല. നിസ്സംഗം ആർക്കുള്ളതാ? മനുഷ്യർക്കുള്ളതാണ്. നിങ്ങൾ പെറ്റോളൂ, വളർത്തിക്കോളൂ, കുട്ടികളെ പഠിപ്പിച്ചോളൂ, വീട് കെട്ടിക്കോളൂ. ഒരൊറ്റ എണ്ണം നിങ്ങളുടെ അല്ല എന്നുള്ള തോന്നൽ ആദ്യം മുതൽക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ എത്രയും വേഗം ഉണ്ടാവണം. അങ്ങനെ ബ്രഹ്മാവ് മടങ്ങിപ്പോയി. ഉദ്ധവൻ പുറമേ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി, വളരെ വിശ്വസ്തനാണ്, അടുത്തുള്ളവനാണ്. ബ്രഹ്മാവ് പോയതിന് ശേഷം ഉദ്ധവൻ അവിടെ ചെന്നു. മഹാപ്രഭോ, മഹാപ്രഭോ, ഞാൻ കേട്ടതെന്താ? അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്താ? അങ്ങ് എല്ലാം മൂടിക്കെട്ടി ശരീരം വിട്ടു പോവാണ്, സ്വർഗാരോഹണമാണ് ഭാവം. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് എന്ത് സംഭവിക്കും? ഇത്ര കാലവും ഞാൻ അങ്ങയുടെ അടുത്തിരുന്ന് അങ്ങയുടെ ഉച്ഛിഷ്ടം അനുഭവിച്ച്, അങ്ങ് ഉടുത്ത് അഴിച്ചിട്ട വസ്ത്രം ധരിച്ച്, ഇത്ര കണ്ട് ദേഹസാമീപ്യത്തോടുകൂടി, ദേഹസംഗത്തോടുകൂടി ദശാബ്ദങ്ങളോളം വളർന്ന ഞാൻ അങ്ങ് പോവുക എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റണില്ലല്ലോ. നാഹം തവാഘ്രികമലം ക്ഷണാർദ്ധമപി കേശവ ത്യക്തും സമുത്സഹേ നാഥ സ്വധാമനയമാമപി. കേട്ടുവോ നിങ്ങൾ? ഭാഗവതന്മാര് മുഴുവൻ ഈ ഒരു ശ്ലോകം ഉരുവിടുന്നതാണ്. ഇതേമാതിരി ആകാൻ ഉദ്ദേശിക്കേണ്ടതാണ്. ഞാൻ ചൊല്ലിത്തരട്ടെ, നിങ്ങൾ ചൊല്ലോ. നാഹം തവാഘ്രികമലം. പോരാ പോരാ, കാതില്ലേ, വായുവില്ലേ? നാഹം തവാഘ്രികമലം, നാഹം തവാഘ്രികമലം. പോരാപ്പാ, എന്റെ ഇന്ന് കടം മേടിക്കും. നാഹം തവാഘ്രികമലം ക്ഷണാർദ്ധമപി കേശവ ത്യക്തും സമുത്സഹേ നാഥ സ്വധാമനയമാമപി. നാഹം തവാഘ്രികമലം ക്ഷണാർദ്ധമപി കേശവ ക്ഷണാർദ്ധമപി കേശവ ത്യക്തും സമുത്സഹേ നാഥ സ്വധാമനയമാമപി. ഹേ കേശവ, അങ്ങയുടെ പാദങ്ങൾ വിട്ട് അരക്ഷണം പോലും എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അതിന് വിട്ടു കഴിയുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. അതുകൊണ്ട് മഹാപ്രഭോ, കരുണാനിധേ, സ്നേഹമസരണമായുള്ളവേ, അങ്ങ് പോകുന്നിടത്തേക്ക് എന്നെയും കൊണ്ടുപോകൂ. ഭക്തജനങ്ങളെ,
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഈ തോന്നൽ വരണം. പൂജിച്ചു, വാഴ്ത്തി, പിറ്റേ ദിവസം പുഷ്പം എടുത്തു കളഞ്ഞു, സമ്മതിച്ചു, നല്ലത് തന്നെ. ഇതൊക്കെ എന്തിന്? ഭക്തനാവാൻ, ഭുക്തി പോകാൻ, ഭക്തനാകാൻ, സാധകനാകാൻ, ഭഗവത് പ്രിയനാകാൻ, ഭാഗവതോത്തമനാകാൻ. ആ ഭാഗവതന്റെ മുഖത്തിൽ നിന്നും മനസ്സിൽ നിന്നും നിർഗളിക്കേണ്ടതായ നിഷ്യന്തികളാണ് ഈ വാക്കുകൾ. ഈ വാക്കുകൾ അതാണ് ഈ സത്രശാല സഫലമാകുന്നത്. ദിവസേന ഇതിവിടെ ഉരുവിടാൻ നിങ്ങൾക്ക് സാധിക്കണം. നാഹം തവാഘ്രികമലം ക്ഷണാർദ്ധമപി കേശവ ത്യക്തും സമുത്സഹേ നാഥ സ്വധാമനയമാമവി. അങ്ങ് പോകുന്നിടത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നു. കൃഷ്ണൻ അബദ്ധത്തിലായി. യുദ്ധക്കളത്തിൽ വെച്ച് വാചാലനായി യുദ്ധം ചെയ്യാൻ ഉപദേശിച്ചു. രണ്ടാമത് നിർണായകമായ ഒരു ഉപദേശം ശാന്തമായിരിക്കുന്ന ദ്വാരക സാന്നിധ്യത്തിൽ, ദ്വാരകയുടെ അന്തരീക്ഷത്തിൽ ഒറ്റയ്ക്ക് വന്ന് ചോദിച്ച ഉദ്ധവനോട് പറയുന്നതാണ് അന്തിമോപദേശം. ഇങ്ങനെ രണ്ട് ഉപദേശങ്ങളെ കൃഷ്ണന്റെ ജന്മത്തിൽ ഉണ്ടായിട്ടുള്ളൂ. കൃഷ്ണൻ പറഞ്ഞത് എന്താ? ഉദ്ധവ, ഇത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. ഒരാളും ചാവുമ്പോൾ എവിടേക്കാ പോണേന്ന് അറിയില്ല. രണ്ടാമതൊരാളെ കൂട്ടിക്കൊണ്ടുപോവാം. നമുക്കൊരാൾക്ക് ജന്മം നൽകാൻ ചാവുമ്പോൾ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ, അങ്ങ് എന്നെ വിട്ടു പൊക്കോളൂ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. അത് സാധിക്കില്ലല്ലോ. സ്വജനങ്ങളെയും ബന്ധുക്കളെയും എല്ലാം വിട്ട് ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജന ബന്ധുഷു, എന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങ് ഭൂമി മുഴുവനും സഞ്ചരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല. അതിനുള്ള ഉപദേശം തരൂന്നായി 24 അധ്യായങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉപദേശം കൊടുത്ത് ഉദ്ധവന്റെ മനസ്സിനെ അതിന് ശക്തമാക്കി തീർത്ത് മെതിയടികൾ കൊടുത്ത് ആ മെതിയടികൾ ആദ്യം നമസ്കരിച്ച് കാല് മുഴുവനും കണ്ണീര് കൊണ്ട് കഴുകി ആ മെതികടികൾ എടുത്ത് താഴേൽ വെച്ച് തിരിഞ്ഞു നോക്കി ഉദ്ധവൻ ബദരികാശ്രമത്തിലേക്ക് പോയി. അവിടെ കൃഷ്ണൻ പരാജയപ്പെട്ടില്ല, പൂർണ്ണനായി പ്രകാശിച്ചു. താൻ പോകുന്നിടത്തേക്ക് എന്നെയും കൊണ്ടുപോകണം എന്ന് പറഞ്ഞ ആളെ താൻ പോകുന്നതിന് മുൻപ് തന്നെ അങ്ങോട്ട് പറഞ്ഞയച്ച് അവസാനം വൃഷ്ണിവംശം മുഴുവനും നശിപ്പിച്ചു. താനും മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന് അവസാനം താനും അതേ നിയമത്തിന് വിധേയമായി ശരീരം വിട്ടു. ആ കൃഷ്ണന്റെ ഒരു വസ്തു നമ്മുടെ കയ്യിലില്ല, അദ്ദേഹത്തിന്റെ ശരീരം നമ്മുടെ കൂടെയില്ല. ദ്വാരക 7-ാം ദിവസം സമുദ്രമെടുത്തു, ഒന്നും ബാക്കിയില്ല. കൃഷ്ണന്റെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അദ്ദേഹത്തിനെ കുറിച്ച് ബാക്കിയുള്ളവർ മഹർഷിമാർ എഴുതിയ ചരിത്രങ്ങൾ, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഭക്തന്മാര് പറയുന്നത് ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി സ്വീകൃതോസി മയാനാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ശ്രീകൃഷ്ണൻ മുക്തി രൂപീകരിച്ചതാണ്, മൂർത്തിമദ്ഭാവമാണ്. ആ കൃഷ്ണനോടുള്ള സംഘം, കൃഷ്ണനോടുള്ള സ്നേഹം, കൃഷ്ണകഥകൾ കേൾക്കുന്നതിലുള്ള രതി, താല്പര്യം, ഇങ്ങനെ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ഭക്ത്യാ സഞ്ജാതയാ ഭക്ത്യാ യയാ സംലഭതേ രതിം. ഈ ആദ്യമായിട്ടൊരു സാമാന്യ ഭക്തി, അത് കഴിഞ്ഞാൽ ആ ഭക്തി കൂടുതൽ കൂടുതൽ താഴത്ത് ചെന്ന് ഉള്ളിനെയും ഹൃദയത്തെയും മനസ്സിനെയും എല്ലാം വ്യാപിച്ച് അതിലൊരു രതിയായി തീരും. രതി മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? വിശക്കുന്നവൻ രുചിയുള്ള ഭക്ഷണം നുണച്ചങ്ങനെ കഴിക്കുമ്പോൾ എങ്ങനെയോ അതുപോലെ ഈ കാര്യങ്ങൾ കേൾക്കുന്നതിൽ ഒരു രതി ഉണ്ടാവും. ആ രതിയോടുകൂടി ഭക്ത്യാ സഞ്ജാതയാ ഭക്ത്യാ യയാ സംലഭതേ രതി, ആ രതി നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞ് അതിങ്ങനെ ഒലിക്കട്ടെ, അത് വ്യാപിക്കട്ടെ, വഴിഞ്ഞൊഴുകട്ടെ. ഇതിന് പണം വേണ്ട, പ്രതാപം വേണ്ട, പഠിപ്പ് വേണ്ട, കുലീനത വേണമെന്നില്ല. ഇതിൽ താല്പര്യം, ആഭിമുഖ്യം മാത്രം മതി. ഒരു ദിവസമല്ല, 12 ദിവസം മാറി മാറി പ്രവക്താക്കൾ നിങ്ങൾക്ക് ഈ ഭാഗവത സുധ വാരി കോരി ഊട്ടിത്തരുന്നുണ്ട്. അത് കുറേശ്ശെ കേൾക്കൂ. കസേരയുണ്ട്, നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി, പ്രവക്താവിൻ്റെ അടുത്ത് വരണമെന്നില്ല. കേട്ട് രുചിച്ച് നുണച്ച് നുകർന്ന് ആനന്ദത്താൽ ആഹ്ലാദത്താൽ ഉന്മത്തരായി ആപ്ലാവിതരായി തന്നെയും തൻ്റെ കുടുംബാംഗങ്ങളെയും ലോകത്തെയും എല്ലാവരെയും തന്നെ അനുഗ്രഹിക്കാൻ പറ്റിയ തരത്തിലുള്ള ഭാഗവത ശിരോമണികളായി തീരൂ. അതാണ് ശ്രീകൃഷ്ണ ജന്മത്തിന്റെ സന്ദേശം. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ മൊഴികൾ
അതാണ് ആ സ്മരണയിൽ നിന്നും ആ വാക്യങ്ങളിൽ നിന്നും അദ്ദേഹം പ്രതിനിധാനം ചെയ്ത എല്ലാ പ്രവൃത്തികളിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. ഇഹലോകത്തെ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റി പരമകല്യാണ നിധിയായിരിക്കുന്ന പരമസത്യത്തെ ആ ഹൃദയത്തിൽ എന്നേക്കുമായി അവരോധിക്കണം, അവരോധിക്കണം, അവരോധിക്കണം. നിങ്ങൾ ഭാഗവതന്മാരാകണം, ഭക്തിപാത്രങ്ങളാകണം, ഭഗവത് സ്നേഹികളാകണം, ജീവൻ മുക്തന്മാരാകണം, ജീവൻ മുക്തിയോട് താല്പര്യമുള്ളവരായി തീരണം. അങ്ങനെ എല്ലാവർക്കും സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. അത് ഞാൻ എല്ലാവരെയും മനസ്സാ ആശ്ലേഷിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നു. ഈ സത്രശാല ധന്യമാണ്, ഈ ശ്രോതൃവൃന്ദം ധന്യമാണ്, ഇത് ഒരുക്കുകൂട്ടിയ എല്ലാവരും ധന്യരാണ്. ധർമ്മസേവകന്മാരും ധന്യർ തന്നെ. പാർലിക്കാട്, നൈമിഷാരണ്യം, മുണ്ടത്തിക്കോട് പഞ്ചായത്ത്, കേരളം, ഭാരതം എന്ന് പറയുന്ന ഉപഭൂഖണ്ഡം, ഈ ഭൂമി മുഴുവനും വിശ്വം മുഴുവനും ധന്യധന്യമായി. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. കാക്കണം സ്തുതി കേൾക്കണം, പുനരന്തികേഴുനല്ലണം, ആടണം കുഴലൂതുമാ വഴി ഗാനമോടിയുതിർത്തിടാൻ. ഓതണം പല തത്വവാക്കുകളെന്നുമെൻ കരളഞ്ചുവാൻ. അന്തരംഗ വസിക്കണേ ചിരം അറ്റകുറ്റമകറ്റുവാൻ. അന്തരംഗ വസിക്കണേ ചിരം അറ്റകുറ്റമകറ്റുവാൻ. ഹരി ഓം, ഹരി ഓം, ഹരി. എല്ലാവരും കൂടി മടി പിടിക്കാതെ എനിക്ക് സന്തോഷം തോന്നാൻ വേണ്ടിയിട്ടെങ്കിലും ജപിക്കൂ കൂടെ. ഓം ഓ